അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാത്തുൻ അലാ ഇബാദിഹി ലദീന ഇസ്തഫാ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫാ ഇലാ യൗമിൽ വഫാ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതാഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ പുണ്യമായ കർമ്മം മഖ്ബൂലും മബ്റൂറുമായി ആരോഗ്യപൂർവം നിർവഹിക്കാനും ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തി അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും മരണത്തിന് ശേഷം സ്വർഗീയ ആരാമങ്ങളിൽ എത്തിച്ചേരാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾക്ക് 4 തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 തരം തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയാൽ നമുക്ക് ഈ യാത്രയെ ഏറ്റവും നന്നായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അതിൽ ഒന്നാമത്തെ തയ്യാറെടുപ്പ് ആത്മീയമായി നമ്മളൊന്ന് ഒരുങ്ങുക എന്ന കാര്യമാണ്. ആത്മീയമായ മുന്നൊരുക്കം. ആത്മീയമായ മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയ്യത്ത് നമ്മൾ ശരിപ്പെടുത്തുക എന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം അതിൻ്റെ പരിപൂർണതയിൽ നിർവഹിക്കുക എന്നാണ്. അപ്പോൾ അവിടെ ലില്ലാഹി എന്നാണ് ഉള്ളത്. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ ഈ യാത്ര. ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഏകദേശം ഹജ്ജിനൊക്കെ പോയി കഴിഞ്ഞു, ഇനിയിപ്പം ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ, അപ്പം എൻ്റെ ഹജ്ജ് കൂടി അങ്ങ് നടക്കട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അങ്ങ് പോവുകയാണ്. വേറെ ചില ആളുകൾ പറയും, ഞങ്ങൾ എല്ലാ വർഷവും ഒരു 10-15 ദിവസം ടൂർ പോകാറുണ്ട്, ഈ തവണത്തെ ടൂർ അതിലേക്ക് കുറച്ചുകൂടി ദിവസം ചേർത്ത് സൗദിയിലേക്ക് പോകാമെന്ന് വെച്ചു. ഹജ്ജിൻ്റെ സമയമായതുകൊണ്ട് ഹജ്ജും ചെയ്യാലോ. വേറെ ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ കുറേ ആയി സൗദിയിലുണ്ട്, അവരിടയ്ക്കൊക്കെ അങ്ങോട്ട് വിളിക്കാറുണ്ട്, ഇതുവരെ പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ ഒന്ന് കാണാം, അല്ലെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോവാം. ഇങ്ങനെയുള്ള സബ് ടൈറ്റിലുകളൊക്കെ നമുക്ക് ആവാം. പക്ഷെ യഥാർത്ഥത്തിൽ അതിനൊന്നും വേണ്ടിയല്ല നമ്മളാരും ഹജ്ജിന് നിയ്യത്ത് ചെയ്തിരിക്കുന്നത്, ചെയ്യേണ്ടത്. ഇസ്ലാമിലെ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളും ആരംഭിക്കുന്ന അധ്യായം നിസ്കാരത്തെ സംബന്ധിച്ചോ നോമ്പിനെ സംബന്ധിച്ചൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ഏത് കിതാബ് ഹദീസിൻ്റെത് പരിശോധിച്ചാലും അതിലെ ആദ്യത്തെ ചാപ്റ്റർ കിതാബു നിയ്യ, നിയ്യത്തിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്നായിരിക്കും. എന്നിട്ട് നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഹദീസ് അവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടാവും, ഇന്നമൽ അമാലു ബിന്നിയാത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ അമലുകളും സ്വീകരിക്കുക അത് ചെയ്യുന്ന ആളുടെ നിയ്യത്ത് പരിഗണിച്ചുകൊണ്ടാണ്. ചിലപ്പം ബാഹ്യമായിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ ഉള്ളിൽ അതുണ്ടാവില്ല.
അങ്ങനെയാണെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാവില്ല. ചില ആളുകൾ ബാഹ്യമായിട്ട് അത് ചെയ്യുന്നുണ്ടാകും, അയാൾക്ക് ഉള്ളിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, അപ്പം അത് മാത്രമേ കിട്ടുകയും ഉള്ളൂ. ഇതാണ് ആ ഹദീസിൻ്റെ ആശയം എന്ന് പറയുന്നത്. നിയ്യത്ത് എന്നതിന് നമ്മൾ മലയാളത്തിൽ ഉദ്ദേശശുദ്ധി എന്നാണ് ഒരു നല്ല മലയാളം പറയാറുള്ളത്. ഉള്ളിലിരിപ്പ് എന്നും പറയാം. നിയ്യത്തിൻ്റെ മലയാളം ഉള്ളിലിരിപ്പ്. അപ്പോൾ ഉള്ളിലിരിപ്പ് നന്നാവുക എന്നതാണ് ഈ കർമ്മത്തിന് പുറപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെയും ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. നമ്മൾ ഇബാദുർ റഹ്മാനാണ്, അള്ളാഹുവിൻ്റെ സച്ചരിതരായ ദാസന്മാർ. അവരുടെ ഗുണഗണങ്ങൾ സൂറത്ത് ഫുർഖാനിൽ വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. ഹജ്ജിനും ഉംറക്കും നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ ഇബാദുർ റഹ്മാൻ മാത്രമല്ല, നമ്മൾ ളുയൂഫുർ റഹ്മാൻ കൂടി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഒരു പേരെന്താ? നമ്മൾ ഇബാദുർ റഹ്മാൻ മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും അള്ളാഹു തന്നിരിക്കുന്ന പേര് ളുയൂഫുർ റഹ്മാനാണ്. ദ ഗസ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അതിഥി. അതൊരു വലിയ ഉയർന്ന പദവിയാണ്. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ മക്കയിലും ഹറമിലും എല്ലാ സമയത്തും ഇപ്പോൾ 10 ലക്ഷത്തിൽ കുറയാത്ത ആളുകൾ ഉണ്ടാകും. ഹജ്ജൊക്കെ ആയാൽ ഏകദേശം 20 മുതൽ 30 ലക്ഷം വരെയൊക്കെ ആളുകളെ ഈ ഹജ്ജ് കാലത്ത് അവിടെ പ്രതീക്ഷിക്കുന്നു. ഈ ആളുകളെല്ലാം കൂടി പരിശുദ്ധ ഹറമിൽ ഒരു ളുഹ്ർ നമസ്കാരത്തിന് വേണ്ടി ഈ ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങോട്ടങ്ങ് കയറിയാൽ അവർ കഅബക്ക് നേരെ തിരിഞ്ഞ് 4 ഭാഗത്തു നിന്നും ഇരുന്നാൽ ആ ഒരു ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ഈ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾക്കിടയിൽ നിന്ന് ഒരു സൂചി നിലത്ത് വീണാൽ പോലും കേൾക്കാവുന്ന നിശബ്ദത അവിടെ ഉണ്ടാവും. പ്രാർത്ഥനാപരമായ ഒരു നിശബ്ദത. അതൊരു അത്ഭുതമാണ്. എല്ലാവരുടെ മനസ്സിലും അല്ലാഹുവേ നിന്റെ കേന്ദ്രത്തിൽ എന്നൊരു ചിന്ത മാത്രം. അവരാ നമസ്കാരം കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് ആളുകൾ പരസ്പരം കൂട്ടിമുട്ടാതെ ശണ്ട കൂടാതെ വളരെ സമാധാനത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോകുകയും ചെയ്യും. പിന്നെ അവർക്ക് അവിടെ എവിടെയോ ഒരുക്കിയ ഭക്ഷണം കഴിച്ച് അസറ ആകുമ്പോഴത്തേക്ക് വീണ്ടും അവർ ഹറമിലേക്ക് എത്തി. ഒരു വെള്ളത്തിൻ്റെ പ്രവാഹം പോലെ, ഒരു കുത്തൊഴുക്ക് പോലെ വിശ്വാസികൾ ഹറമിൻ്റെ അകത്തേക്ക് ഒഴുകുന്നു, പുറത്തേക്കും പോകുന്നു, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ. നമ്മളൊരു 2000 ആളുകളെ നിയന്ത്രിക്കണമെങ്കിൽ, ഒരു സമ്മേളനം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു വീട്ടു താമസമോ അതല്ലെങ്കിൽ നമ്മുടെ കല്യാണമൊക്കെ നടത്തണമെങ്കിൽ എത്ര വലിയ ആധിയും ടെൻഷനുമായിരിക്കും നമ്മൾ അനുഭവിക്കുക. അപ്പൊ ഈ ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെ വരുന്നു പോകുന്നു? അവിടെയുള്ള പരിചാരകർ ഇവരെല്ലാവരും ഇശാ കഴിഞ്ഞൊന്ന് അങ്ങോട്ട് പോയാൽ ഈ പള്ളി ഒന്ന് പൂട്ടാമായിരുന്നു, പിന്നീട് സുബഹിക്ക് തുറക്കാമായിരുന്നു എന്നവർ ചിന്തിക്കുന്നില്ല. രാവും പകലും ഇസ്ലാമിൻ്റെ കേന്ദ്രം തുറന്നിടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതിൻ്റെ നിയന്ത്രണം മനുഷ്യരുടെ കയ്യിലല്ല. മനുഷ്യർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയില്ല. മനുഷ്യർക്ക് ചില സഹായികളായി മാറാനേ കഴിയൂ. അതുകൊണ്ട് അല്ലാഹു ആണ് അതിൻ്റെ നിയന്ത്രണം, ലോകത്തിൻ്റെ നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണം. അതുകൊണ്ട് ആ അല്ലാഹു ആണ് അവിടെയും നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഹാജി ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലി അവിടേക്ക് വന്നാൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കും. ലബ്ബൈക വസഅദൈക്, എന്നെ വിളിയുണ്ടല്ലോ, അത് ഞാൻ കേട്ടിരിക്കുന്നു, ഇവിടേക്ക് താങ്കൾക്ക് ആഹ്ലാദപൂർവം സ്വാഗതം. അങ്ങനെ അള്ളാഹു സ്വാഗതം ചെയ്ത് മത്താഫിൽ ഇറങ്ങുന്ന തീർത്ഥാടകരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ചെറിയ പദവിയല്ല, ളുയൂഫുർ റഹ്മാൻ. അപ്പോൾ ളുയൂഫുർ റഹ്മാനായ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ കാബ പുനർനിർമ്മിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് പറഞ്ഞു, അസിം ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെല്ലാവരും, എല്ലാ മനുഷ്യരും ഹജ്ജിന് വേണ്ടി വരാൻ വേണ്ടി ഇബ്രാഹിമെ നീ വിളംബരം ചെയ്യണം. അപ്പൊ അന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അങ്ങോട്ട് ചോദിച്ചത്ര അള്ളാഹുവോട്, ഈ 4 ഭാഗത്തും മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇതിൻ്റെ അകത്ത് വെച്ച് ഞാൻ എൻ്റെ തൊണ്ട പൊട്ടി വിളിച്ചാൽ പോലും അള്ളാഹുവെ ഇത് ലോകത്ത് ഈ ആഹ്വാനം പ്രതിധ്വനിക്കുമോ? ആര് കേൾക്കാൻ?
ഈ മലകൾക്കപ്പുറത്തേക്ക് എൻ്റെ ശബ്ദം കടക്കുമോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് പറഞ്ഞു എന്നാണ്, ഇബ്രാഹിമെ നീ വിളിക്കുക, കാരണം ഞാനാണ് കൽപ്പിക്കുന്നത്, അതുകൊണ്ട് ഇത് ലോകത്ത് മുഴങ്ങും. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വിളിക്കുത്തരം നൽകി ഇത്തവണത്തെ ഹജ്ജിന് പോകാൻ അള്ളാഹു തെരഞ്ഞെടുത്തവരിൽ ഒരുവനാണ് ഞാൻ, ഒരുവളാണ് ഞാൻ എന്ന ആ ഉയർന്ന ഒരു പദവിയും ആ ഉത്തരവാദിത്ത ബോധത്തിലുമുള്ള ഒരാളാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുവാനും എൻ്റെ നിസ്സാരത അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കാനും എൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് തുറന്നു പറയാനും മാതാവ് പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ ശുദ്ധി വരുത്താനും വേണ്ടി മാത്രമാണ് ആ നിയ്യത്തിൽ മറ്റൊന്നും കലരുന്നില്ല എന്നതാണ് ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ ഒന്നാമതായി നടത്തേണ്ടുന്ന മുന്നൊരുക്കങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, അള്ളാഹുവിൻ്റെ പുണ്യഭവനത്തിലേക്ക് പോകുമ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ പലരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. മാതാപിതാക്കൾ അവർ മക്കളുമായി ബന്ധപ്പെടുന്നു, മക്കൾ മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്നു, സഹോദരി സഹോദരന്മാർ തമ്മിൽ ബന്ധമുണ്ട്, സുഹൃത്തുക്കൾ തമ്മിൽ ബന്ധമുണ്ട്, കൂടെ ജോലി ചെയ്യുന്നവരുമായി നമുക്ക് ബന്ധമുണ്ട്, അയൽപ്പക്കങ്ങളുമായി ബന്ധമുണ്ട്. ഇങ്ങനെ ഒരുപാട് തലത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് നമ്മൾ. ഈ ആളുകളോടൊക്കെ ഈ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ വ്യക്തിബന്ധങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തണം. ചിലപ്പോഴൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ട് പലരെയും നോവിച്ചിട്ടുണ്ടാകും, ചിലരുമായി ബന്ധം തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ടാകും, കുറേ കാലമായിട്ട് പിണക്കത്തിലാണ്, മിണ്ടുന്നേയില്ല. അയൽപ്പക്കങ്ങളിലേക്ക് കാണാതിരിക്കാൻ വേണ്ടി വലിയ മതിൽക്കെട്ട് പോലെ നമ്മൾ കോമ്പൗണ്ട് വാൾ കെട്ടിയുണ്ടാക്കിയിരിക്കുന്നു. അവരുടെ കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത്. ഞാനും അയാളുമായി എന്നോ ബന്ധം മുറിഞ്ഞതാണ്, അതൊക്കെ മുമ്പ് നന്നാക്കാനും തീരുമാനിച്ചതാണ്, എന്നിട്ടും അത് നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പം അത് നന്നാവണം എന്ന് എനിക്ക് ആഗ്രഹമില്ല, എൻ്റെ ഹജ്ജൊക്കെ നടക്കട്ടെ എന്നിട്ട് നോക്കാം. ഇങ്ങനെ ഒരാളാവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ആരുമൊക്കെയായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രയാസങ്ങളും, നമ്മളാരും മലക്കുകളല്ലല്ലോ. കുല്ലു ബനി ആദം ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മനുഷ്യർക്കും വീഴ്ചകൾ സംഭവിക്കും. അതിൽ ഏറ്റവും ഉത്തമർ ആ വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ നന്നാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ 2 അവയവങ്ങളുണ്ട്, അതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കുമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യും. അത് ഒന്ന് നിങ്ങളുടെ ലൈംഗിക അവയവം, മറ്റൊന്ന് നിങ്ങളുടെ നാവാണ്. ഈ നാവിനെ കൊണ്ട് നമ്മൾ പലരെയും കോറി വലിച്ചിട്ടുണ്ടാകും, പലരെയും നമ്മൾ പരിഹസിച്ചിട്ടുണ്ടാകും, പലരെയും നമ്മൾ കൊച്ചാക്കി കണ്ടിട്ടുണ്ടാകും, ഈബത്ത് പറഞ്ഞിട്ടുണ്ടാവും, നമീമത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ അങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മൾ ഒരാളോടൊരു വാക്ക് പറഞ്ഞാൽ അതങ്ങ് അന്തരീക്ഷത്തിൽ ലയിച്ചു എന്നല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും പറഞ്ഞ ചില വാക്കുകൾ ചില ആളുകൾ നമ്മളുടെ മുമ്പിൽ അനുകൂലമായതും അന്ന് നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്നത് അവരുടെ മനസ്സിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പം അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കി ജീവിതത്തിൽ വന്നുപോയ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും പടപ്പുകളുമായി ബന്ധപ്പെട്ടത് പൊരുത്തപ്പെടിച്ച് ജീവിതം ശുദ്ധി വരുത്തി പോകണം എന്നതാണ് ആത്മീയമായ ഒരുക്കത്തിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഏറിയോ കുറഞ്ഞോ അളവിൽ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് വരുന്ന സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച്, കടം വാങ്ങിയാൽ അത് എഴുതി വെക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച്, അത് സംബന്ധിച്ച നിയമങ്ങൾ പറയുന്നതാണ് ഖുർആനിലെ ഏറ്റവും ദീർഘമുള്ള ആയത്ത് എന്ന് പറയുന്നത് സാമ്പത്തിക രംഗമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹു ഫൽയക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ലി വലാ യഅബ കാതിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അങ്ങനെ നീണ്ടുപോവുകയാണ്.
അപ്പം അതുകൊണ്ട് നമ്മളുടെ കടം നമുക്കുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പരമാവധി ക്ലിയർ ചെയ്യണം. പരമാവധി എന്ന് ഞാൻ പറയുന്നത് ചിലത് അങ്ങനെ വീട്ടാൻ കഴിയാത്തതാണെങ്കിൽ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് തന്നെ ആരുമായിട്ടാണോ ഉള്ളത്, ഇത് വലിയൊരു ഇടപാടായതുകൊണ്ട് താങ്കൾക്ക് തരാനുള്ളത് എൻ്റെ ഇന്ന സ്വത്തിൽ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അതിൻ്റെ വിൽപ്പന ഇപ്പോൾ നടന്നിട്ടില്ല, ഇൻഷാ അല്ലാ 1 വർഷത്തിനകം, ഉദാഹരണമാണ്, അല്ലെങ്കിൽ 6 മാസത്തിനകം ഞാൻ അത് തയ്യാറാക്കിയിരിക്കും. കൊടുത്തു വിട്ടാൻ കഴിയുന്നതൊക്കെ നമ്മൾ കൊടുത്തു വിട്ടണം. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഹജ്ജിന് വേണ്ടിയിട്ട് ചെറിയ സംഖ്യ അല്ലല്ലോ മുടക്കുന്നത്. ഇപ്പോൾ 6,90,000 രൂപ ഒരാൾ നൽകിയാൽ, അങ്ങനെ 100 പേര് നൽകിയാൽ എത്രയായി? ഏകദേശം 7 കോടിക്ക് അടുത്തായി. 200 പേര് തന്നാലോ 14 കോടിയായി. 200-ലേറെ ആളുടെ സംഘമാണെങ്കിലോ ഒരു 16 കോടി ഉറുപ്പ്യൊക്കെ ഇങ്ങനെ നമ്മളിത് വാങ്ങി വേറൊരു സ്ഥലത്തേക്ക് കൊടുത്തിട്ട് നമ്മുടെ ആ കർമ്മം ചെയ്യുകയാണ്. ലോകത്ത് നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നാൽ അവരൊക്കെ അവരുടെ ഹലാലായ പണം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ്. അപ്പം പോകുന്നതിന് മുമ്പ് എൻ്റെ പണത്തിൽ ഹലാലല്ലാത്തതുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അത് ചിലപ്പോൾ അനന്തര സ്വത്ത് വീതം വെക്കുന്ന നേരം പെങ്ങന്മാരുടേത് ചുളുവിൽ എൻ്റെ രേഖയിലേക്ക് പെടുത്തിയതായിരിക്കും. അവൾക്കൊരു 5,000-ഓ 10,000-ഓ ചുരുട്ടി കൊടുത്തതായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓളത് തൃപ്തിപ്പെട്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. ആങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ തിരിച്ചൊന്നും പറയാനില്ല എന്ന് മനസ്സുകൊണ്ട് വെക്കുന്നതാണ്. ഇതൊരു ഉദാഹരണമാണ്. അപ്പോൾ ആരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ അത് ക്ലിയർ ആക്കുക എന്നതും, നമ്മൾ നടത്തിയിരിക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും രേഖ ഉണ്ടാക്കി ഒരു ഡീഡ്, ഒരു ഡ്രാഫ്റ്റ് ചെയ്യണം. അത് പരസ്പരം വിശ്വാസമില്ലാത്തത് കൊണ്ടൊന്നല്ല, അതൊരു ഇസ്ലാമികമായ നിയമമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് വല്ല വസിയത്തുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം. അങ്ങനെ സാമ്പത്തികമായ രംഗത്ത് ശുദ്ധി വരുത്തി പോകുക എന്നതും ആത്മീയമായ നമ്മുടെ മുന്നൊരുക്കത്തിലെ പെട്ട 3-ാമത്തെ കാര്യം. 4-ാമത്തത് നേരത്തെ ഇവിടെ ജമാൽ സാഹിബ് പറഞ്ഞു, നമുക്ക് ഹജ്ജ് ചെയ്യാൻ ചിലപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചിലപ്പോൾ ഏറി വന്നാൽ 6 ദിവസം മതി. ചിലപ്പോൾ 3 ദിവസം കൊണ്ട് ഒരാൾക്ക് ഹജ്ജ് ചെയ്തിട്ട് പോകാം. അങ്ങനെയും ഹജ്ജുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്ന നേരം അൽ ഹജ്ജു അഷ്ഹുറും മാലൂമാത്ത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട മാസങ്ങളാകുന്നു. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം എല്ലാം കൂടി ചേർന്നതാണ് ഹജ്ജ് മാസം. അപ്പോൾ ആ ഒരു മാസത്തിൽ തന്നെ ഹാജിമാർ അവരുടെ ജീവിതത്തെ ഹജ്ജിന് വേണ്ടി പാകപ്പെടുത്തും. ലോകത്തെല്ലായിടത്തും ഈ സമയത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരുങ്ങുന്ന സമയത്ത് ഞാൻ യഥാർത്ഥ ഒരു മുഅ്മിനായി ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ നമസ്കാരങ്ങളും എന്ത് വേണം? 5 വക്തും ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അപ്പോൾ ഹജ്ജിന് പോകുന്ന ഒരാൾ ചിന്തിക്കണം, എനിക്കിപ്പോൾ ജമാഅത്ത് കൃത്യമായി കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലെങ്കിൽ ഞാനത് കിട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ കിട്ടും. അപ്പോൾ സുബിഹി ഉൾപ്പെടെ അങ്ങനെ നമ്മൾ ക്രമീകരിക്കണം. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. അവർക്ക് ജമാഅത്ത് ഇല്ലെങ്കിലും അവരതിൻ്റെ സമയനിഷ്ഠയെങ്കിലും പാലിക്കണം. എൻ്റെ നാട്ടിലൊക്കെ ചില സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി, ളുഹറൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ചിലപ്പോൾ 2:30 അല്ലെങ്കിൽ 3 മണിയൊക്കെ ആയി പോകുന്നത് കാണാൻ കഴിയും. കാരണം അവരുടെ അലക്കൽ, അതുപോലെ അവരുടെ കുളി, ഭക്ഷണം ഉണ്ടാക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ മുസല്ലയിലേക്ക് എത്തുമ്പോഴത്തേക്ക് എത്ര മണിയായി ഉണ്ടാവും? 2:30 3 ഒക്കെ ആവും. നിങ്ങളല്ല കേട്ടോ, നിങ്ങളെ പറ്റിയല്ല. എന്നിട്ട് അവർ ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ നിസ്കാരപ്പായൽ ഇരുന്നിട്ട്. അതെന്താ? നിങ്ങൾക്ക് അറിയല്ലേ? അപ്പോൾ അസർ ബാങ്ക് കൊടുത്തോന്ന്. ഇതെന്തിനാ ചോദിക്കുന്നത് അറിയോ? ആ ബാങ്ക് കൊടുക്കായിട്ടുള്ള ഒരു അസ്വസ്ഥത, ആ ബാങ്ക് അങ്ങോട്ട് കേട്ടിട്ട് നിസ്കരിക്കാനുള്ള വല്ലാത്ത പൂതി കൊണ്ടാ? അല്ല, ഒരു ഉളുവിൽ 2 നിസ്കാരം കിട്ടുമെന്ന് നോക്കുക. അത് അപ്പോൾ നമ്മൾ ആരെയാ ഈ പറ്റിക്കുന്നത്? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം വിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സമയബന്ധിതമായി വഖ്ത് അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ട കർമ്മമാകുന്നു. അതുകൊണ്ട് വഖ്ത് പാലിക്കണം. നിങ്ങൾക്ക് തോന്നുന്ന സമയമല്ല അതിൻ്റെ വഖ്ത്, അള്ളാഹു നിശ്ചയിച്ചതാണ് അതിൻ്റെ വഖ്ത്. നിങ്ങൾ എന്ത് കർമ്മം അതിൻ്റെ പിന്നിലോ മുന്നിലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടിസ്ഥാനമാണ്. ബാക്കി ചോറ് വെക്കലോ അലക്കലോ ഒക്കെ അതിന് ശേഷമോ മുന്നിലോ പിന്നിലോ നിങ്ങൾക്ക് പെടുത്താം.
അപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകൾ അവരുടെ ഇബാദത്ത് ഉൾപ്പെടെ ക്രമീകരിക്കുക എന്നതും ഇപ്പോൾ തന്നെ ഹാജിയായി മാറുക എന്നതാണ് ആത്മീയമായ ഒരുക്കത്തിലെ 4ാമത്തെ കാര്യം. 5ാമത്തത് സർവോപരി നമ്മളെല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവേ, എനിക്കും എൻ്റെ ഈ സംഘത്തിനും ഞങ്ങൾ എങ്ങനെയാണോ ഇത് പ്ലാൻ ചെയ്ത് വെച്ചത് ആ രൂപത്തിൽ നല്ലൊരു യാത്ര നടത്തി ഈ ഹജ്ജ് സീസണിൽ അവിടെ എത്തിച്ചേരാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളൊക്കെ സന്തോഷപൂർവ്വം ഈമാനികമായി ഇസ്ലാമികമായി ഒരു തടസ്സങ്ങളുമില്ലാതെ ആരോഗ്യപൂർവ്വം ചെയ്യാനും ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും രാത്രിയിലും പകലിലുമൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൂടി ഉണ്ടാകണം. ഇതാണ് ആത്മീയമായ ഒരുക്കം എന്നതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്ന കാര്യം. ഇനി 2ാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് മാനസികമായ ഒരു തയ്യാറെടുപ്പും വേണം. അത് ഏത് യാത്ര വിജയിപ്പിക്കാൻ അതൊക്കെ വേണം. മാനസികമായ തയ്യാറെടുപ്പ് പറയുന്നത് അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, അന്നാസു അജിനാസുൻ. ജനങ്ങൾ വ്യത്യസ്ത പ്രകൃതക്കാരാണ്. വ്യത്യസ്ത പ്രായം കൂടി ആകുമ്പോൾ പ്രകൃതത്തിൽ കുറച്ചുകൂടി ശാഠ്യങ്ങളും മറ്റൊക്കെ വരികയും ചെയ്യും. ഇത് കുട്ടികളെ ടൂറ് കൊണ്ടുപോകുന്നത് പോലുള്ള ഒരു പണിയല്ലല്ലോ. കുട്ടികളാകുമ്പോൾ ഒന്നുകിൽ SSLC അല്ലെ +2 അധ്യാപകർക്ക് അങ്ങനെ കാട്ടി കൊണ്ടുപോയാൽ മതി. ഇത് വിവിധ പ്രായത്തിലുള്ള ആളുകൾ, വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ, വിവിധ സാമ്പത്തിക നിലവാരമുള്ള ആളുകൾ, ഇവരെല്ലാവരും കൂടി ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു കുടുംബം പോലെ ഒന്നാവുകയാണ്. നമ്മളിത് കഴിയുന്നത് വരെ ഒരു കുടുംബമാണ്, ഇസ്ലാമികമായ ആദർശ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുടുംബമാണ്. തിരിച്ചു വന്നാലും വാട്സപ്പിലൂടെ ആ കുടുംബ ബന്ധങ്ങൾ നമ്മളുടെ നിലനിൽക്കും. നാളെ പരലോകത്തും നിലനിൽക്കണം. അവിടം വരേക്കുമുള്ള നമ്മുടെ ബന്ധമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു ഇബാദത്തിന് വേണ്ടി സഞ്ചാരത്തിലെ ഈ യാത്ര എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ എനിക്കും നിങ്ങൾക്കുമുള്ള വ്യക്തിപരമായ ചില താല്പര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചാലേ നമുക്കിത് വിജയിപ്പിക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ അവിടെ എത്തിയാൽ നിങ്ങൾക്ക് റൂം നൽകും. അപ്പോൾ റൂം നൽകുമ്പോൾ അവിടുത്തെ ഒരു റൂമിൻ്റെ സ്വഭാവങ്ങളെന്ന് വെച്ചാൽ മിനിമം ഒരു 4 ബെഡ് എല്ലാ റൂമിലും ഉണ്ടാവും. ചിലപ്പോൾ അത് 5 ഉണ്ടാവും, വളരെ അപൂർവമായി 3 ഉണ്ടാകും. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ, പുരുഷന്മാർ ഒരു വശത്തും അവരെ കൂടെ വന്നിരിക്കുന്ന സ്ത്രീകളെ മാക്സിമം അതേ ഫ്ലോറിൽ മറുവശത്തുമാണ് റൂം കൊടുക്കുക. അല്ലാതെ ഫാമിലി സ്വഭാവത്തിലല്ല. ഫാമിലി സ്വഭാവത്തിൽ നമുക്ക് ഈ ഹജ്ജിന് ആവശ്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു നല്ല കർമ്മത്തിന് വേണ്ടി വരുമ്പം വേറെ ആളുകളെ പരിചയപ്പെട്ട് അവരിലുള്ളത് നമുക്ക് കിട്ടി, നമ്മൾക്കുള്ളത് അവർക്ക് കൊടുത്ത് അങ്ങനെയുള്ള ഒരു സഞ്ചാരമായിരിക്കും ഇത്. പക്ഷെ ഈ 4 ആളുകളെ ഒരു റൂമിൽ ഉറങ്ങാൻ വേണ്ടി കിടത്തിയാൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കും. ഉദാഹരണത്തിന്, നിങ്ങളാരും കൂർക്കം വലിക്കുന്ന ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം അത് കാണാൻ പോണ പൂരാണ്. ഏതായിരുന്നാലും അങ്ങനെ ഒരാൾ കൂർക്കം വലിച്ചു എന്ന് കരുതുക, ബാക്കിയുള്ള 3 ആൾക്കാർ എന്താ ചെയ്യുക? അയാളുടെ കൂർക്കത്തിൻ്റെ രാഗത്തിൽ നിങ്ങൾ ഉറങ്ങി പഠിക്കണം. അതാണ് മാനസികമായ തയ്യാറെടുപ്പ്. അല്ലാതെ എനിക്ക് അവിടെ ചെന്നിട്ട് അസ്വസ്ഥത, ഇയാളാണോ എൻ്റെ റൂം കിട്ടിയത്, ഇയാളെ ഞാൻ മക്കയെന്നും സഹിച്ച് ഇനി മദീനയെന്നും സഹിക്കണോ? ഇങ്ങനെ ഒരാൾ ചിന്തിച്ച് അയാളുടെ ഹജ്ജ് നടക്കൂല. കാരണം അയാൾക്ക് എന്നും അസ്വസ്ഥത എന്തായിരിക്കും, അയാളോടൊട്ട് പറയുന്നുമില്ല. അപ്പം അഥവാ അങ്ങനെ വന്നാൽ നമ്മളത് ഉൾക്കൊള്ളുക എന്നതാണ് മാനസികമായത്. ഇല്ലെങ്കിൽ ഇത് വിജയിക്കൂല. നിങ്ങളുടെ എപ്പോഴും ഉള്ള ചിന്ത എന്തറഫ, ഇതായിരിക്കും നമ്മുടെ ചിന്ത. അതുപോലെ തന്നെ AC നമ്മളിപ്പോൾ അവിടെ ഇട്ടിട്ടുണ്ട്. AC ഇല്ലാതെ നമുക്ക് ഇടുങ്ങിയ റൂമുകളിലോ കിടക്കുന്നിടത്തോ കിടക്കാൻ കഴിയില്ല. അപ്പം ചില ആളുകൾക്ക് AC പറ്റും, ചില ആളുകൾക്ക് AC പറ്റൂല. അപ്പം 5 ആൾ കിടക്കുന്ന കൂട്ടത്തിൽ ഒരാൾ AC പറ്റാത്ത ആളാണെങ്കിൽ ആ 4 ആളുകൾക്ക് AC വേണമല്ലോ. അപ്പം ഞാൻ അതിനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് AC-ൻ്റെ നേരെ ചോട്ട് പോയി കിടക്കാതെ സൈഡിലേക്ക് മാറിയിട്ടായിരിക്കും അയാളുടെ ബെഡ്, അത് അയാൾക്ക് കൊടുത്തേക്കുക. ഇതാണ് മാനസികമായ ഒരുക്കം എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ കൂട്ടത്തിൽ അവിടെയുള്ള നമ്മുടെ താമസത്തിനെ പറ്റിയാണല്ലോ ഇപ്പം പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് അതുകൂടി ചേർത്ത് പറയാം. ഇൻഷാ അല്ലാഹ് നമ്മൾ മെയ് 2-ന് പോയാൽ, അങ്ങനെയാണ് നമ്മുടെ മക്കയിലെ ബുക്കിംഗ് ഉള്ള ബിൽഡിങ്ങിൻ്റെ. അപ്പോൾ അത് ഒരു ദിവസം അവിടെ പോയാൽ അത്രയും നമുക്ക് നഷ്ടപ്പെടും. മെയ് 2-ന് പോയാൽ മെയ് 12 വരെ ആയിരിക്കും നമ്മൾ ക്ലോക്ക് ടവറിലെ അബ്രാജ് സഫ്വ ടവർ എന്ന് പറയുന്ന, അതിന് AB ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം, അറബിൻ്റെ മുറ്റത്തുള്ള വലിയ ബിൽഡിങ് പെട്ട സ്ഥലമാണ്. അതിനോട് ചേർന്ന് അതിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ പേരാണ് സഫ്വ ടവർ. അതിലായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ താമസം. കഴിഞ്ഞ വർഷം അതിൽ തന്നെ ആയിരുന്നു താമസം, അതിന് മുമ്പത്തെ വർഷം അതിൽ തന്നെയാണ് നമ്മൾ താമസം വാങ്ങിയത്. അപ്പോൾ അതിലാണ് നമ്മളെ താമസം. അപ്പോൾ ആ 10 ദിവസത്തെ താമസത്തിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്.
അപ്പോൾ അവർ തരുന്ന നാസ്ത ആയിരിക്കും നമ്മൾ കഴിക്കുക. അതൊരു 1.5 നാസ്ത തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മോശം എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാ വിഭവങ്ങളും നിരത്തി വെച്ച്. ചില ആൾക്കാരുണ്ട് വിഭവങ്ങൾ നിരത്തി വെച്ചാൽ എല്ലാം ഞാൻ എടുക്കാനുള്ള, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, നിങ്ങളെ വയറ് കേടാവും. അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അറബികൾക്കും ഇന്ത്യക്കാർക്കും എല്ലാവർക്കും കൂടി പറ്റുന്ന എല്ലാ തരം കാരക്കയും ഫ്രൂട്ട്സും മറ്റതും റൊട്ടിയും എല്ലാ സാധനങ്ങളും വെച്ച ലൈവായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി തരുന്ന എല്ലാ പരിപാടിയും അവിടെ നടക്കുന്നുണ്ടോ. അങ്ങനെയുള്ള ലോഡ്ജുകളാണ് ഇത്തരം ലോഡ്ജുകൾ. ഇത് തന്നെ ആയിരിക്കും അവസാനം വരെ എന്നും കാത്തു വിചാരിക്കരുതേ. ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, റഫീഖ് സാഹിബ് ആദ്യത്തിൽ നല്ല സൗകര്യം ഇവർക്ക് കൊടുത്തതാ പ്രശ്നം, അവസാനത്തിലേക്ക് നല്ല സൗകര്യം കൊടുത്താൽ മതിയായിരുന്നു. അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള 10 ദിവസങ്ങൾ നിങ്ങൾ വിലയിരുത്തരുത് എന്നും ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അത് ഏതാണോ നല്ല സൗകര്യം കിട്ടുന്നത് അത് നമ്മൾ മാക്സിമം നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പജ്ജിന് പോകുന്ന ഇങ്ങനെ സൗകര്യങ്ങൾ കിട്ടാനല്ലല്ലോ. ഏതായിരുന്നാലും നമുക്ക് അങ്ങനെ ആ ഫുഡ് അവിടുന്ന് കിട്ടും. പിന്നെ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും അവിടെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യാനൊന്നും പറ്റുന്ന സ്വഭാവത്തിലുള്ള ഹോട്ടലുകളല്ല അത്. ചില ഹോട്ടലുകൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ 3 ഫ്ലോറുകളിൽ ഫുഡ് കോർട്ടുകളാണ്. അപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലായിട്ട് ഒരു ഹാജിക്ക് ഇത്ര റിയാൽ എന്ന രൂപത്തിൽ നമ്മുടെ ഇടക്ക് നിൽക്കുന്ന ഏജൻസി അവരുമായിട്ട് ടൈപ്പ് ആവുക ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഏത് ഭക്ഷണവും ഒരു ഐറ്റം അതല്ല അവർ പറയും എങ്ങനെയാണെന്നുള്ളത്, അത് നമുക്ക് വാങ്ങി കഴിക്കാം. പക്ഷെ ഇപ്പോൾ ലുഹർ കഴിഞ്ഞാൽ അതൊരു ഹോട്ടലായതുകൊണ്ട് അവിടുത്തെ ഹോട്ടലിൻ്റെ സിസ്റ്റം, ഈ ഫുഡ് കോർട്ടിൻ്റെ സിസ്റ്റം നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇരിക്കാൻ കൂടുതൽ കസാരകളൊന്നും ഉണ്ടാവില്ല. ആളുകൾ വാങ്ങി അപ്പുറത്തോ ഇപ്പുറത്തോ വെച്ച് കഴിക്കുന്ന ഒരു രീതിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഏജൻസിയോട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ 200 ആളുകളെ നിങ്ങൾ എന്താക്കണ്ട, ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ഏൽപ്പിക്കേണ്ട, ഞങ്ങൾക്ക് 100 ആയിട്ട് 2 ഹോട്ടലിൽ ഏൽപ്പിച്ചാൽ തിരക്ക് കുറയ്ക്കാമല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ആ ഹോട്ടലിൽ നിന്നായിരിക്കും നമുക്ക് ഭക്ഷണം ലഭ്യമാവുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ 10 ദിവസത്തെ ഭക്ഷണത്തിൻ്റെ രീതി എന്ന് പറഞ്ഞത്. പിന്നെ അപ്പോൾ നമ്മൾ ദുൽഖഅദ് ഒരു 25 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് മദീനയിലേക്ക് പോകും. മദീനയിലെ ലോഡ്ജിൽ സാധാരണഗതിയിൽ തന്നെ നമുക്ക് സാധാരണ പോയ ആളുകൾക്കറിയാം, ഭക്ഷണങ്ങൾ അവരിങ്ങനെ നിരത്തി വെച്ച് വിളമ്പി നൽകി നമ്മളൊരു ഭാഗത്ത് പോയി ഇരുന്ന് കഴിക്കുന്ന ആ രീതിയായിരിക്കും. ദുൽഹജ്ജ് 5 ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ 10 ദിവസം മദീന കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മക്കയിലേക്ക് തന്നെ മടങ്ങും. അത് അസീസിയയിലേക്കാണ് മടങ്ങുക. അസീസിയയിൽ 3ാമത്തെ ഒരു ലോഡ്ജിലേക്കായിരിക്കും. അവിടെയും ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഭക്ഷണം അവർ വിളമ്പി തരുന്ന രീതിയിലായിരിക്കും. ദുൽഹജ്ജ് 8 അന്ന് ഹജ്ജിന് വേണ്ടി നമ്മൾ ആ അസീസിയയിലെ ലോഡ്ജിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക. പിന്നെ ഹജ്ജ് ദിവസങ്ങളിൽ നമ്മൾ മിനായിലും അറഫയിലും ഒക്കെ ആയി കഴിഞ്ഞ് വീണ്ടും ഹജ്ജ് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ അസീസിയയിലെ ബിൽഡിങ്ങിലേക്ക് വന്ന് 2-3 ദിവസം കൂടി അവിടെ നിൽക്കാൻ പിന്നെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ തവാഫുൽ വിദാ കൂടി ചെയ്യാനുള്ള ബസ് ഒക്കെ നമ്മൾ ഏർപ്പാട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ചു പോരുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇവിടെ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, ഇങ്ങനെ നമുക്ക് വരുന്ന ഫുഡുകളൊക്കെ ഏതായിരുന്നാലും എനിക്ക് ആ കറി പറ്റൂല, എനിക്ക് ഇതേ പറ്റൂ, അങ്ങനെയുള്ള ചില ശീലങ്ങൾ ഉണ്ടാകുമല്ലോ നമുക്ക്. ഇതിങ്ങനെയുള്ളൊരു യാത്ര ആയതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ ഏതെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കഴിച്ചു കൊള്ളും എൻ്റെ ഈ ഒരു കർമ്മത്തെ വിജയിപ്പിക്കാൻ എന്ന് നമ്മൾ മാനസികമായിട്ട് ഒരുങ്ങിയാൽ മതി. അപ്പോൾ ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇതിലുള്ള ഏതെങ്കിലും ഒരു കറി നമുക്ക് പറ്റൂല, ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ചമ്മന്തി മാത്രമേ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും വളരെ അപൂർവമായിട്ട്, അതല്ലെങ്കിൽ എൻ്റെ അച്ചാറേ എനിക്ക് ചോറിൻ്റെ കൂടെ പറ്റൂ എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് അച്ചാറോ ചമ്മന്തിയോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കരുതാം. ഈ ക്ലാസ് കേട്ടിട്ട് പക്ഷേ ഇനി നിങ്ങൾ നാളെ തന്നെ ചമ്മന്തി റമദാനൊക്കെ ഉണ്ടാക്കുന്ന മാതിരി കുറേ ഉണ്ടാക്കി തപ്പിലാക്കിയൊന്നും വെക്കേണ്ട. എല്ലാവരും കൂടി അവിടെ നമുക്ക് ചമ്മന്തി കച്ചവടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ പറയുന്നത്, ഒരു രംഗത്തെ നമ്മൾ അഭിമുഖീകരിച്ചാൽ അതിനെ മാനസികമായ സന്തോഷത്തിൽ നിങ്ങൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് അവിടെയുള്ള ലോഡ്ജുകളിൽ എന്തുണ്ടാവില്ല, ബാത്റൂമുകളിൽ, ഫാറൂഖ് സാഹിബൊക്കെ ഉണ്ട്, ബാത്റൂമുകളിൽ ബക്കറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരാളിങ്ങനെ വെറുതെ നിന്നിട്ട് ചിന്തിക്കുക, ഇത് ഇത്രയും നല്ല ലോഡ്ജായിട്ട് ഒരു ബക്കറ്റ് എന്താ അവിടെ വെക്കാത്തത്? അത് നമ്മളുടെ ചിന്തയാണ് സഹോദരങ്ങളെ. അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? 20 ലക്ഷം ആളുകൾക്ക് മഴ പെയ്യാത്ത മക്ക മണലാരണ്യത്തിൽ അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് എത്ര വെള്ളം വേണ്ടി വരും? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങളുടെ വീട്ടിലുള്ള എത്ര വെള്ളം വേണ്ടി വരും? 5 ആള് ഉദാഹരണത്തിനുണ്ടെങ്കിൽ, അപ്പം തന്നെ കുളിക്കാൻ ഒരാൾ ബാത്റൂമിൽ കയറി അയാൾ ഉടനെ വിളിച്ചു പറയും, വെള്ളം തീർന്നിരിക്കുന്നു, മോട്ടർ ഇടൂ എന്ന്. ഇത് നമ്മളെ വീട്ടിലെ നിത്യാനുഭവമാണ്.
അപ്പോൾ മുടങ്ങാതെ നമ്മളുടെ ആവശ്യത്തിന് വെള്ളം തരാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അവിടെ. ഈ 20 ലക്ഷം മനുഷ്യർ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചെങ്കടലിൽ നിന്ന് ശുദ്ധീകരിച്ച് നമുക്ക് പൈപ്പ് മാർഗം നമ്മുടെ കെട്ടിടത്തിലേക്ക് എത്തിച്ചു തരികയാണ്. അപ്പോൾ സ്വാഭാവികമായും വെള്ളത്തിന് അവർ ലിമിറ്റ് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ബക്കറ്റ് വെക്കാത്തത്. ലോകത്തല്ലെങ്കിലും ബക്കറ്റ് ഉപയോഗിച്ച് കുളിക്കുന്നവരൊന്നും അധികമല്ല. നമ്മൾ കേരളത്തിലായതുകൊണ്ടും ഇവിടെ മഴ തുരുതുരാ പെയ്യുന്നത് കൊണ്ടും തവളകളെ പോലെ ബക്കറ്റിൽ വെള്ളം എടുത്ത് കുളിച്ച് ശീലിച്ചവരായതുകൊണ്ടാണ് ഈ ചിന്ത. അപ്പോൾ അവിടെ ഷവറാണ് കുളിക്കാൻ വേണ്ടി വെച്ചതെങ്കിൽ ആ ഷവർ ഉപയോഗിച്ച് നമ്മൾ കുളിക്കും. അവിടുത്തെ ബാത്റൂമിൽ ഫ്ലഷ് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ എത്തിയാൽ പിന്നെ ബക്കറ്റിനെ പറ്റി ചിന്തിക്കരുത്. മാനസികമായി ആ ബാത്റൂമിനെ നിങ്ങൾ ഉൾക്കൊള്ളണം. അതാണ് മാനസികമായ തയ്യാറെടുപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് എന്ത് വേണ്ടി അറിയാമോ? അവരുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ആറിയിടാനും ഇങ്ങനെ ചിക്കാനൊക്കെ വേണ്ടിയിട്ട് അയൽ വേണ്ടി വരും. ഇതൊക്കെ ഈ കെട്ടിടങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ ചില ബിരുദന്മാരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടുന്ന് ഒരു അയലൊക്കെ ചുരുട്ടി പിടിച്ചിട്ടുണ്ടാവും ഓലെ പാക്കിൽ. എന്നിട്ട് അവരവിടെ ചെന്നിട്ട് നോക്കുക എന്താന്ന് പറഞ്ഞാൽ ആ AC-ൻ്റെ മുകളിൽ ആ ഹൂക്കുമ്മലൊന്ന് കെട്ടാൻ പറ്റുമോ നോക്കും. എന്നിട്ട് മറുഭാഗത്ത് അവിടെ ഉള്ള ആ വാതിലിൻ്റെ കുളത്തിൻ്റെ ഉള്ളിലൂടെ ഇടാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത്. എന്നിട്ട് അമീർ വരുന്നുണ്ട്, ആ ഡോറ് തുറന്നു കൊടുക്കണ്ട, മൂപ്പര് അയൽ കാണുമെന്നാ പറയാം. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൂടി വെച്ചിട്ടാണ് പറയുക. അപ്പോൾ അയലൊന്നും വേണ്ട, അവിടെ ഒരു ചെറിയ ഷെൽഫ് ഉണ്ടാകും. അതിൽ അത്യാവശ്യം നമ്മളുടെ ഡ്രസ്സൊക്കെ നമുക്ക് മടക്കി വെക്കാം. ഉപയോഗിക്കാത്തത് സൈഡിൽ അവിടെ വെക്കുകയും ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളെയൊക്കെ മാനസികമായി സന്തോഷപൂർവ്വം ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ലക്ഷ്യം വിജയിപ്പിക്കാൻ ഇത്രയൊക്കെ ഇവിടെ ചെയ്യാൻ കഴിയും. മനുഷ്യ സാധ്യമായതൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട് എന്ന തൃപ്തിയോടുകൂടി മാനസികമായ തയ്യാറെടുപ്പ് നമ്മൾ നടത്തുക എന്നതാണ് ഏത് യാത്ര വിജയിക്കാനും ഈ ആത്മീയ യാത്ര വിജയിക്കാനും വേണ്ട ഒരുക്കം. ഇനി വേണ്ടത് ശാരീരികമായ ഒരുക്കമാണ്. അത് നേരത്തെ ഒരു സൂചന ജമാൽ സാഹിബിൻ്റെ സംസാരത്തിലൂടെ വന്നിട്ടുണ്ട്. ഹജ്ജിൽ നിർബന്ധമായും ചൊല്ലേണ്ടുന്ന ഒന്നുമില്ല. അതുകൊണ്ട് പോരുന്ന ആരെങ്കിലും എനിക്ക് കുറേയൊന്നും പ്രാർത്ഥനയും ദിക്റും ഒന്നും അറിയില്ല, അതുകൊണ്ട് എൻ്റെ ഹജ്ജ് ശരിയാകുമോ എന്ന് ബേജാറാവേണ്ടതുമില്ല എന്ന് വെച്ച് വിഷയത്തെ ലൂസായി കാണരുത്. അറിയാവുന്നിടത്തോളം കാര്യങ്ങൾ നമ്മൾ അറബിയിൽ തന്നെ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അറബിയിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും അതുപോലെ ദിക്റുകളുമൊക്കെ ഒന്നുകിൽ ഖുർആനിൽ വന്നതായിരിക്കും, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയായിരിക്കും. ഈ പ്രാർത്ഥനകളുടെ മലയാളം പറഞ്ഞാൽ ഒരിക്കലും തന്നെ ആ അറബിയിൽ ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ പ്രപഞ്ച ലോകത്തിലേക്ക് നമ്മൾ എത്തില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഊതീതു ബി ജവാമിഇൽ കലീം, വാക്കുകളുടെ സാരാംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ വാക്കുകൾ കൊണ്ട് ഒരു അത്ഭുത പ്രപഞ്ചത്തിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രാർത്ഥനകളും ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു മുസ്ലിമിന് സ്വാഭാവികമായി എന്ത് വേണം? അതിൽ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അത്ര നമ്മളൊക്കെ അറിയുന്നതോടൊപ്പം കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇനിയും ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പഠിക്കാനും കൂടി ശ്രമിച്ചാൽ മതി. ഇനി അങ്ങനെ പഠിക്കാനും കഴിയാത്ത ആളുകൾ ബേജാറാവേണ്ടതില്ല. അവർക്ക് അറിയുന്നിടത്തോളം അവർ അറബി പറയുക, ബാക്കി കാരുണ്യവാനായ അള്ളാഹുവിനോട് ഏത് ഭാഷയിലും നമ്മൾക്ക് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അല്ലേ? ഇന്നും ചൊല്ലിയിട്ടുണ്ടല്ലോ. എന്താ പ്രാർത്ഥന ചൊല്ലിയത്? നിങ്ങളെല്ലാവരും കൂടി ഒന്ന് പറയും. ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന എന്നാണോ നിങ്ങളും ചൊല്ലിയെന്ന് നോക്കട്ടെ, അല്ലെ നിങ്ങളും ചൊല്ലിയതാണോ ഞാൻ ചൊല്ലിയതെന്ന് നോക്കട്ടെ. പറഞ്ഞോളൂ. ഞാൻ തന്നെ പറയേണ്ട റേഡിയോ ടൈപ്പ് പ്രഭാഷണം അല്ല, നിങ്ങൾ കൂടി പറയും. പറഞ്ഞു. അതന്നെ സംഭവം, അത് തന്നെ. ബേജാറായൊന്നും വേണ്ട. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയൂട്ടോ, തെറ്റിയാലേ നമുക്ക് തിരുത്തണം, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു മാസം കൊണ്ട് വിവിധ പണ്ഡിതന്മാരും മറ്റുമൊക്കെ നിങ്ങൾക്ക് പല ക്ലാസ്സുകളും എടുത്തു തരും. നല്ല നല്ല അറിവുകൾ കിട്ടും. കിട്ടുന്ന പോയിന്റുകളൊക്കെ എഴുതിയെടുക്കണം. അപ്പോൾ ഇതൊരു ഇസ്ലാമിക വൈജ്ഞാനിക ആത്മീയ സഞ്ചാരം കൂടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അപ്പോൾ ചില ആൾക്കാർ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഇയാളെന്താ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞത്, ഇതൊന്നും ഞമ്മക്കില്ലല്ലോ എന്ന നിലക്കായിരിക്കുന്നത്. ഞാൻ അതില്ല ഇതില്ല എന്നൊന്നല്ല പറഞ്ഞത്, ഇതൊക്കെ ഉള്ളതാ, ഞമ്മക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ.
എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അള്ളാഹു ഞാൻ ഈ യാത്ര പോകുന്ന നേരം ലലാലത്തിലായി പോവുക, വഴികേടിലായി പോവുക, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഈ യാത്രയുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴികേടിലാക്കി കളയുക, അതല്ലെങ്കിൽ എനിക്ക് അജ്ഞത ജഹില് ബാധിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ അജ്ഞതയിലേക്ക് കൂട്ടിക്കൊണ്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെയാന്ന് പറഞ്ഞിട്ട് അയാൾ വേറെ വഴിക്ക് എന്നെ കൊണ്ടുപോകുക, അതല്ലെങ്കിൽ ഞാൻ ഈ യാത്രക്കിടയിൽ ഒരു അക്രമിയായിട്ട് മാറുക, അതല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് അക്രമം ചെയ്യുക, എനിക്ക് എന്തെങ്കിലും പിഴവ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും പിഴപ്പിക്കുക, ഈ കാര്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ അള്ളാഹുവെ നിന്റെ പേരിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഞാനിതാ പുറപ്പെടുന്നു എന്നാണ് അതിൻ്റെ ആശയം. ഈ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി ഞാൻ പറഞ്ഞില്ലേ, ഊത്തീതു ബി ജവാമിൽ കലീം, ഈ വാചകം നമ്മൾ എല്ലാ ദിവസവും ചൊല്ലി പുറത്തിറങ്ങിയാൽ പിന്നെ അള്ളാഹിൻ്റെ സംരക്ഷണത്തിലാണ് നമ്മൾ. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് പഠിക്കുക. ഇത് ഹജ്ജിന് എന്നല്ല, എപ്പോഴും വേണ്ടതാണ്. എല്ലാ ഹജ്ജ് ക്ലാസ്സിലും ഇത് ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ ഇവിടെയും ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ചൊല്ലും. എന്താ ചൊല്ലല്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുഅദാ اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إنا نعوذ بك من وإساء السفر وكآبة المنظر وسوء المنقلب في المال والأهل. അപ്പോൾ ഇതും വളരെ അർത്ഥം പറയാൻ നേരമല്ല. പിന്നെ നിങ്ങൾക്ക് ഒന്നാമത് ഗൂഗിൾ മാപ്പ് നമ്മുടെ ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സാധനങ്ങളുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന അടിച്ചത് പൂർണ്ണമായിട്ട് വരും. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറ്റാവുന്ന ആളുകൾ, ഈ വയസ്സുള്ള ആളുകളൊന്നും ഇതിലില്ല, ഞാൻ ഈ പറഞ്ഞ കേട്ടിട്ട് അവരൊന്നും ബേജാറാണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യാന്ന് അങ്ങനെ ബേജാറാണ്ടിയല്ല കേട്ടോ. അവരിതിങ്ങനെ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അല്ലാത്ത ആളുകൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് പഠിക്കുന്നത് നല്ല എന്നുള്ളവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാത്രം ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ചെല്ലിയാൽ നമുക്കെല്ലാവർക്കും 100ൽ 100 മാർക്ക്. ഞാൻ അവരെ സംഘത്തിലായിരുന്നു പോയിരുന്നത്. ഓർക്ക് ദിക്റും ദുആയും ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നൊരാൾ പറയരുത്. ഈ സംഘത്തിൽ വന്നാൽ എല്ലാ ദിക്റും ദുആയും ഇസ്ലാമിൽ എത്ര അളവിലുണ്ടോ അതാണ് ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞത്. ഇസ്ലാമികമായി ഹജ്ജും ഉംറയും ചെയ്യാൻ വിശ്വാസികളായ എല്ലാ ആളുകൾക്കും അവസരം ഒരുക്കി കൊടുക്കലാണ് കേരള ഹജ്ജ് ഗ്രൂപ്പ്. അതുകൊണ്ട് ഇസ്ലാമിൽ ഏതെല്ലാം പ്രാർത്ഥനകളുണ്ടോ ആ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചാൽ നല്ലത് എന്നത് ഓർമ്മപ്പെടുത്തണം എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇതൊന്നും ഒരാൾ ചെല്ലിയിട്ടില്ലെങ്കിലും അയാളുടെ ഹജ്ജ് സഹീഹാവും. കാരണം അയാൾ ആ ഹജ്ജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ആ കൂട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് എന്നത് കൂടി കൂട്ടത്തിൽ ചേർത്ത് പറയാം. ഈ സമയത്ത് നമുക്കറിയാം 3 രൂപത്തിൽ ഹജ്ജ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഇനത്തിന് പറയാം ഇഫ്രാദ് എന്നാണ്. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ അയാൾ ഉംറ ചെയ്യുന്നില്ല, നേരിട്ട് ഹജ്ജിലേക്ക് വരുന്ന ആളാണ്. ഉദാഹരണത്തിന് ഒരാൾ ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് അല്ലെ 7-ൻ്റെ അന്ന് അയാളുടെ ഇപ്പം ഗൾഫ് രാജ്യത്ത് എവിടെ കുവൈത്തുള്ള ഒരാളാണെന്ന് സങ്കല്പിക്കുക. അയാൾ അവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് മാത്രം വിമാനത്തിൽ കയറുന്നതിൻ്റെ മുമ്പ് നെയ്യത്ത് വെച്ച് വസ്ത്രമൊക്കെ ധരിച്ച് വന്ന് അയാൾ കഅബയിലേക്ക് പോകാതെ ജിദ്ദയിൽ ഇറങ്ങിയിട്ട് നേരെ അറഫയിലേക്ക് എത്തി. അങ്ങനെ അയാൾ അറഫ കഴിഞ്ഞ് അയാൾ മുസ്ദലിഫയിൽ വന്ന് പിന്നെ 10ാമത്തെ ദിവസം യൗമുൻ നഹർ ആ ബലിദിനത്തിൻ്റെ അന്ന് അയാൾ ജംറാത്ത് കല്ലെറിയുന്ന സ്ഥലത്തേക്ക് വന്ന് ജംറത്തുൽ അഖബയിൽ മാത്രമേ അന്ന് കല്ലെറിയേണ്ടതുള്ളൂ. അത് എറിഞ്ഞ് അയാൾ നേരെ ഹറമിലേക്ക് പോയി. എന്നിട്ട് ഹജ്ജിൻ്റെ തവാഫും സഅയും ചെയ്ത് അയാളുടെ മുടിയെടുത്ത് അയാൾ തിരിച്ച് നാട്ടിലേക്ക് പോയി. ഇനി ഓരോ സാടെ നിൽക്കേണ്ട ഒരു തവാഫുൽ വിദാവ് കൂടി ചെയ്തു. അപ്പോൾ ഹജ്ജിൻ്റെ എല്ലാ റുക്കുനുകളും ഇയാൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വിട്ടുപോയ വാജിബുകൾക്ക് വേണമെങ്കിൽ അയാൾ ഒരു ഫിദിയ കൂടി ചെയ്യുന്നു. അങ്ങനെ അയാൾ തിരിച്ചു പോകുന്നു. ഒറ്റ ദിവസം അല്ല 2 ദിവസം എടുത്തിട്ട് ആണ് ഈ കർമ്മങ്ങൾ അയാൾ. ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്ന ഒരാൾക്ക് ബലി നിർബന്ധമല്ല. ഇത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നിർബന്ധമാകുന്ന ബലിയില്ല. അതാണ് ഒരു ഇനം ഹജ്ജ്. 2ാമത്തെ ഹജ്ജ് ഒരാൾ പുറപ്പെടുന്ന സമയത്ത് ആദ്യത്തിൽ ഉംറ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഉംറ കഴിഞ്ഞിട്ട് അയാൾ തഹല്ലുലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഉംറയിൽ നിന്ന് വിരമിക്കാതെ അതേ ഡ്രസ്സിൽ തന്നെ അയാൾ ഹജ്ജിനും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അയാൾ നിയ്യത്ത് വെക്കുന്ന സമയത്ത് അയാൾ എന്താ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വെച്ചാൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ വഹജ്ജൻ,
ഞാൻ ഉംറയും ഹജ്ജും ചെയ്യാൻ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ ഹാജരാകുന്നു. അപ്പോൾ രണ്ടും ചേർത്ത് ചെയ്യുന്ന ഒരാൾക്കാണ് ഖിറാൻ എന്നാണ് പറയുക. ചേർത്ത് രണ്ടിനെയും പരസ്പരം അടുപ്പിച്ച് ചെയ്യുന്നയാൾ. മൂന്നാമത്തെ ഹജ്ജാണ് നമ്മളൊക്കെ ചെയ്യുന്ന രീതി. അത് പറയാനാണ് ഞാൻ ഇവിടേക്ക് പറഞ്ഞു വന്നത്. കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും. ഇഫ്റാദ്, ഖിറാന്, തമത്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ഹജ്ജിന് പോയാൽ നമുക്കറിയണം. അതിന് വേണ്ടി പറഞ്ഞാണ്. തമത്തുവായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഹജ്ജ് മാസത്തിൽ പോകുന്നവർ എന്ന അർത്ഥത്തിൽ പോയിട്ടൊരു ഉംറ ചെയ്യും. എന്നിട്ട് നമ്മൾ തഹല്ലുലായി സാധാരണ വസ്ത്രമൊക്കെ ധരിച്ച് എല്ലാ അനുവദനീയമായ ആ സമയത്ത് എന്തെല്ലാം ഉംറയിൽ നിഷിദ്ധമുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദനീയമാകും. പിന്നെ ഹജ്ജിൻ്റെ ദിവസം നമ്മൾ അതിനു വേണ്ടി വീണ്ടും തയ്യാറെടുത്ത് നമ്മുടെ റൂമിൽ നിന്ന് രണ്ടാമത് ഹജ്ജിൻ്റെ നിയ്യത്തോടു കൂടി ഹജ്ജിൽ പ്രവേശിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുള്ള സ്വഭാവത്തിൽ ഈ ഹജ്ജ് നടക്കുന്നത് കൊണ്ടാണ് അതിന് തമത്തുവായ ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം, നമ്മൾ എറണാകുളത്ത് നിന്നും കോഴിക്കോട് നിന്നും പുറപ്പെടുന്ന സമയത്ത് നിങ്ങൾ ആദ്യത്തിൽ ഒരു ഉംറയാണ് ചെയ്യുക. അപ്പോൾ ആ ഉംറ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളുണ്ട്. ആ ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനമായി ശാരീരികമായ, നേരത്തെ പറഞ്ഞ ഒരുക്കമൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ പുറമെ ശാരീരികമായ ഒരുക്കത്തിൽ നിങ്ങളെല്ലാവരും നഖം മുറിക്കുന്നു. അതുപോലെ തന്നെ ഗുഹ്യഭാഗത്തെയും കക്ഷത്തിലെയും രോമങ്ങളൊക്കെ നീക്കം ചെയ്ത് നമ്മുടെ ശരീരം കൂടി മനസ്സുപോലെ ശുദ്ധമാകുന്നു. ഇത് എന്നാണോ നമ്മൾ പുറപ്പെടുന്നത് അന്ന് തന്നെ ചെയ്യണമെന്നില്ല. അതിൻ്റെ 1-2 ദിവസം മുമ്പൊക്കെ ഈ സംഗതികളൊക്കെ നടത്തി നമുക്ക് വെക്കാം. പിന്നെ നിങ്ങളോട് എയർപോർട്ടിലേക്ക് എത്ര മണിക്കാണോ എത്തണം എന്ന് പറയുന്നത്, അതിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പ് നിങ്ങൾ കുളി കൂടി നടത്തിയാൽ മതി. ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി കുളി നിർവഹിക്കുന്നു എന്ന നെയ്യത്തോടു കൂടി ഒരു കുളിയും നിങ്ങൾ നിർവഹിക്കണം. അതിൽ ഈ പുറപ്പെടുന്ന ദിവസങ്ങളിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അശുദ്ധിയുടെ സമയമാണെങ്കിൽ അവരെന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് ഇതേ ഒരുക്കങ്ങൾ നടത്തി ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഇവിടുന്ന് യാത്ര നടത്തണം വിമാനമാർഗം. അങ്ങനെ മക്കയിലെത്തി അവരുടെ റൂമിൽ വെയിറ്റ് ചെയ്ത് ശുദ്ധിയായാൽ പിന്നെ പോയിട്ട് ഉംറയുടെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ മതി. അപ്പോൾ അവരും പുറപ്പെടുമ്പോൾ ഈ ഒരുക്കങ്ങൾ നാട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ഒരുക്കങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എയർപോർട്ടിലേക്ക് സാധാ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കുളി അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാം പ്രവേശിക്കുമ്പോൾ ഒരു വസ്ത്രം, തുന്നില്ലാത്ത ഒരു വസ്ത്രം ഉടുക്കുകയും ഒന്ന് പുതയ്ക്കുകയാണ് ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഇഹ്റാം ഡ്രസ്സിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് രണ്ടും ഒരേ വലുപ്പമായിരിക്കും. ഇതിൽ ഏതാ ഉടുക്കേണ്ടത് പുതയ്ക്കുക, അതിലൊന്ന് ഉടുക്കുകയോ ഒന്ന് പുതയ്ക്കുകയും ചെയ്താൽ മതി. ഇതിൽ ഉസ്താദെ വലത്തോട്ടാണോ ഉടുക്കേണ്ടത് ഇടത്തോട്ടാണോ ഉടുക്കേണ്ടതെന്ന് ചോദിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എങ്ങോട്ടാണ് അത് ഉടുത്താൽ മുറുകുക അങ്ങനെ ഉടുത്താൽ മതി. ബെൽറ്റ് കെട്ടാൻ പറ്റുമോ? ബെൽറ്റ്, അതുപോലെ കണ്ണടയുടെ തുന്ന്, അതുപോലെ മൊബൈലിൻ്റെ തുന്ന്, ചെരുപ്പിൻ്റെ തുന്ന്, ഇതൊക്കെ ആകാവുന്ന, കൊടയുടെ തുന്ന്, ഇതൊക്കെ ആവാം. വസ്ത്രത്തിൻ്റെ ആകൃതിയിൽ തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാതെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഇഹ്റാമിൻ്റെ ഡ്രസ്സെന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും നന്നായി മറയുന്ന ലൂസുള്ള ഏത് വസ്ത്രവും നിങ്ങൾക്ക് ഇഹ്റാമിൽ ഉപയോഗിക്കാം. അപ്പം പിന്നെ ചുരിദാർ ഇടാൻ പാടുണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കേണ്ടതില്ല, അതിലെല്ലാം പെട്ടല്ലോ. ലൂസായ ചുരിദാർ ഇടുന്നവർക്ക് അങ്ങനെ ആവാം, പർദ്ദ ഇടുന്നവർക്ക് അങ്ങനെ ആകാം. നിസ്കാര കുപ്പായം വേണമെന്ന് പ്രത്യേകം ചോദിക്കേണ്ടതില്ല, സാരി പറ്റുമോ എന്ന് ചോദിക്കേണ്ടതില്ല. ഇപ്പറഞ്ഞ നിബന്ധനയൊത്ത മുഖവും മുൻകൈയും അല്ലാത്ത എല്ലാ ഭാഗങ്ങളും വൃത്തിയിൽ മറയുന്ന ഏത് ഡ്രസ്സും സ്ത്രീകൾക്ക് ആവാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് കുളിച്ച് എയർപോർട്ടിലേക്ക് വരുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള അതേ വസ്ത്രം ഇട്ടിട്ടാണ് വരുന്നത്. പുരുഷന്മാർ കുളിച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് വരുന്നേരം വീട്ടിൽ നിന്ന് ഈ സാധാ ഡ്രസ്സ് തന്നെ ഇട്ട് വന്നാൽ മതി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ചെരുപ്പ്, അത് ഷൂ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ആകാമെങ്കിലും നമ്മുടെ ഈ മടമ്പിൻ്റെ മുകൾ ഭാഗം, അതുപോലെ വിരലിൻ്റെ ഒക്കെ ഭാഗം കവർ, പുരുഷന്മാരെ പറ്റിയാട്ടോ പറയുന്നത്, കവർ ചെയ്ത് നിൽക്കുന്ന വലിയ ചെരുപ്പുകളുണ്ടല്ലോ, വള്ളിക്കെട്ടുകളൊക്കെ ഉള്ള, അത് വേണ്ട. അതുപോലെ ഷൂവും വേണ്ട. അതുകൊണ്ടൊരു സാധാ ചെരുപ്പിട്ടിട്ട് നിങ്ങൾ വന്നാൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ വലിയ ചെരുപ്പും ഷൂ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിന് നിങ്ങൾ കൊണ്ടുവരുന്ന ആ ലഗേജിൽ അത് വെച്ചാൽ മതി. നമുക്ക് അവിടുന്ന് തഹല്ലുലായിട്ട് അവിടെയുള്ള ദിവസങ്ങളിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ എയർപോർട്ടിൻ്റെ മുൻപിലേക്ക് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലെത്തി. ഇപ്പോൾ നിങ്ങൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് പുരുഷന്മാർ ചുറ്റിയിട്ടില്ല. നിങ്ങളുടെ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് നിങ്ങൾ ഹാൻഡ് ബാഗിൽ വെച്ചിട്ടാണ് വരുന്നത്.
അങ്ങനെ സ്ത്രീകൾ അവിടെ എത്തി നമ്മൾ പാസ്പോർട്ടൊക്കെ തന്ന് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കടന്ന് അവിടെ ചെക്കിംഗ് കൗണ്ടറിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ച് നമ്മൾ അവിടെയുള്ള എമിഗ്രേഷൻ പാസ്പോർട്ട് വിഭാഗത്തിൻ്റെ സീലൊക്കെ വാങ്ങി അകത്തേക്ക് പോയാൽ എയർപോർട്ടിൻ്റെ അകത്ത് എന്തുണ്ട്? പള്ളികളുണ്ട്. അവിടെ പോയി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ സ്ഥലമുണ്ട്. അവിടുന്ന് ഒളു എടുത്ത് ഒരു ജമാഅത്ത് നമസ്കാരത്തിൻ്റെ സമയത്താണ് നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ ആ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ അവിടെ ഇരുന്ന് ഉംറയുടെ നിയ്യത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു 12:30-ക്കാണ് എയർപോർട്ടിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ 12:40-നാണ് എത്തിയത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ലുഹറിൻ്റെ സമയമായല്ലോ. അപ്പോൾ 2 റക്അത്ത് ലുഹറും അതിൻ്റെ കൂടെ തന്നെ 2 റക്അത്ത് അസറും ജമ്മും ഖസറുമായിട്ട് നിസ്കരിച്ചു. നിങ്ങളുടെ ആ നിസ്കാരം ആയി. അതായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് എന്ത് പറയാം? ഉംറയുടെ നിയ്യത്ത് പറയാം. ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, അല്ലാഹുമ്മ ലബ്ബൈക ഉംറ. ഇനി ആ സമയം നമ്മൾ പോകുന്ന സമയത്ത് നിർബന്ധ നിസ്കാരമൊന്നും വരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ 10 മണിക്കാണ് നമ്മുടെ വിമാനത്തിൽ നമ്മൾ കയറാൻ പോകുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ഒന്നും എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഈ ഉംറയുടെ നിയ്യത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ പുരുഷന്മാരെന്താക്കണം? അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും കാത്തുക്കണ്ട. എത്തിയ ആളുകൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഓരോരുത്തരായി ബാത്റൂമിലൊക്കെ പോയി നിങ്ങളുടെ ഈ അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റിയിട്ട് ബാത്റൂമിൻ്റെ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ച ഒരാൾക്ക് ബാത്റൂമിൽ പോകാൻ മൂത്രമൊഴിക്കുന്ന അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ആ സമയത്തൊക്കെ എന്ത് ചെയ്താൽ മതി? ഇതിൽ മാലിന്യങ്ങളൊന്നും ആകുന്നില്ല എന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിലേക്ക് കലകളൊന്നും വരുന്നില്ല എന്ന്. കല വന്നിട്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല, ഒന്ന് വൈറ്റ് ആണല്ലോ. അതുകൊണ്ടൊരു ഇതൊക്കെ തന്നെയാണ്, ഈ ജാഗ്രത ഒക്കെ തന്നെ വേണമെന്ന് ഇസ്ലാം ഉദ്ദേശിക്കുന്നുള്ളൂ. തഖ്വ എന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ ജാഗ്രതകളാണ്. അതിന് പ്രതീകാത്മകമായി ചിലതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഈ അടക്കം, ഒതുക്കം, സബുർ. ഇവൻ ഇതിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അവനൊരു തരം അസ്വസ്ഥത ഉണ്ടോ? അസ്വസ്ഥത ഉണ്ടെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്യട്ടെ. ഇങ്ങനെ അള്ളാഹു നമ്മളെ പാകപ്പെടുത്തുകയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് ധരിച്ച് അവിടെ നമ്മൾ നിയ്യത്ത് വെക്കും. അങ്ങനെയാണ് നമ്മുടെ ഉംറയുടെ തുടക്കം വരുന്നത്. നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താക്കണം? തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇതാണ് ആത്മാർത്ഥമായ നമ്മുടെ ദിക്ർ. ഇതാണ് ആത്മാർത്ഥമായ നമ്മുടെ പ്രാർത്ഥന. ഇതാണ് ആത്മാർത്ഥമായ നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടും. എന്തൊക്കെയാ പറഞ്ഞത്? അള്ളാഹുവെ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാൻ പൂർണ്ണമായി എന്നതാ നിന്റെ വിളിക്ക് ഉത്തരമായി സമർപ്പിച്ചിരിക്കുന്നു. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എൻ്റെ നാട്ടിലുള്ള എല്ലാ കെട്ടുപാടുകളെയും വിട്ടെറിഞ്ഞ് എനിക്ക് നീ മാത്രം, നിന്റെ വിളിക്ക് ഉത്തരം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്റെ വിളിക്ക് ഉത്തരം നൽകിയതുപോലെ. ഇതാണ് ലബ്ബൈക്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക്. നിനക്കൊരു കാര്യത്തിൽ ഒരു പങ്കുകാർ, ഷിർക്കിന്റെ ആളേ അല്ല ഞാൻ. നീ അഹദാണ്, സമദാണ്, ജബ്ബാറാണ്, മാലിക്കുൽ മുൽക്കാണ്. നിന്നെപ്പോലെ ഒരു ഔലിയയുമില്ല, ഒരു വലിയുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. നിന്റെ മുമ്പിൽ എനിക്കെല്ലാം പറയാനുള്ളൂ. അപ്പോൾ ഒരു ഹാജി യഥാർത്ഥത്തിൽ അയാളുടെ വിശ്വാസത്തെ ശുദ്ധി വരുത്തുകയാണ്. അയാളുടെ തൗഹീദ് അയാൾ ഊട്ടി ഉറപ്പിക്കുകയാണ്. എൻ്റെ കൂടെ ഒരു രംഗത്തും ഒരു ശിർക്കും ഉണ്ടാവില്ല. ഇന്നൽ ഹംദ, എല്ലാ സ്തുതികളും നിനക്കാണ്. വന്യമത്ത, ഞാൻ ഏറ്റുപറയുന്നു എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്ന് മാത്രമാണ്. അള്ളാഹുവിൻ്റെ എന്തെല്ലാം നിയമത്വമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞതിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് അദ്ദേഹത്തോട് അത്രയേറെ ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർത്തു പോകുന്നത്. ബഹുമാന്യനായ അമീൻ സാഹിബ് പെരിങ്ങാല, അദ്ദേഹത്തെ അറിയുന്ന ആൾക്കാരുണ്ടാവില്ല ഈ സദസ്സിൽ. അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. അമീൻ സാഹിബ് നമ്മളെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നല്ലോ, ടീച്ചറും ഉണ്ടായിരുന്നു. ടീച്ചറാണ് എനിക്ക് തോന്നുന്നത് എറണാകുളം ജില്ലാ ജമാഅത്തിൻ്റെ സെക്രട്ടറി അല്ലേ, ജാസ്മിൻ? യെസ്. അപ്പോൾ അമീൻ സാഹിബ് ഹജ്ജിന് വന്നു. അമീൻ സാഹിബ് എങ്ങനെയായിരിക്കും കാബ കണ്ണില്ലാതെ കണ്ടിട്ടുണ്ടാവുക? പിന്നെ എന്തിനാ അദ്ദേഹം ഹജ്ജിന് വന്നേ? പക്ഷെ നമ്മളെക്കാൾ സുന്ദരമായി അകക്കണ്ണുകൊണ്ട് അമീൻ സാഹിബ് കാബ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെന്ത് അനുഗ്രഹങ്ങളുമായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്നത്. പലപ്പോഴും എനിക്കും നിങ്ങൾക്കൊക്കെ തോന്നും അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, അവൻ്റെ ഒരു നിയമത്വം എനിക്കില്ല. വെറുതെ വിചാരിക്കാം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വൈൻ തഅദ്ദു
നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹുവിൻ്റെ നിയമത്ത് നിങ്ങളൊക്കെ ജീവിതത്തിലുള്ളത് നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ തീരുമാനിച്ചാൽ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം കണ്ണിനെ പറ്റി ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എൻ്റെ കൂടെ വേറൊരു സഹോദരൻ വന്നിരുന്നു. അദ്ദേഹത്തിന് മൂത്രം ഒഴിഞ്ഞു പോകാത്ത പ്രശ്നം ഉണ്ടായിട്ട് അതിൻ്റെ ചികിത്സ ഒക്കെ നടത്തിയ ആളാണ്, റെഡിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വിമാനത്തിൽ കയറിയപ്പോൾ മൂത്രമൊഴിക്കാൻ തോന്നി. അപ്പോൾ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് വിമാനത്തിൻ്റെ വാലിൽ ഒരു ചെറിയ ബാത്റൂമാണല്ലോ ഉണ്ടാവുക. അവിടെ 1-2 ആളെ കണ്ടപ്പോൾ ഇയാൾക്ക് മൂത്രമൊഴിക്കാൻ വരുന്നില്ല. അയാൾ പോയി സീറ്റിലിരുന്നു. ജിദ്ദയിൽ ഇറങ്ങി. അപ്പോൾ അവിടെയും അയാൾക്ക് ആ സംഗതി സാധിക്കാൻ സാധിച്ചില്ല. വേറൊരാൾ പിറകിൽ നിന്നാലൊന്നും ഇത് നടക്കൂല മൂപ്പർക്ക്. അങ്ങനെ മക്കയിലെ റൂമിലെത്തി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ വയർ അപ്പോഴത്തേക്ക് വീർത്തിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ആദ്യത്തിലത് ഇങ്ങനെ വലിയ പരിചയം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉംറയൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അയാളുടെ റൂമിലുള്ള ഒരാൾ പറഞ്ഞു, ഉസ്താദെ റൂമിൽ ഒരാൾ ഇങ്ങനെ ഉണ്ട്, അദ്ദേഹത്തിന് മൂത്രം ഒഴിഞ്ഞ് പോകുന്നില്ല, അതുകൊണ്ട് നമ്മളെ കൂടെ ഉംറക്ക് വന്നിട്ടില്ല. വേഗം പോയി നോക്കുമ്പോൾ സംഭവം റെഡിയാണ്. അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിലൊക്കെ സാവകാശങ്ങൾ ഉണ്ടാവും കേട്ടോ. കൊണ്ടുപോയി അവർ പൈപ്പിട്ട് ആ മൂത്രം ഒഴിവാക്കി കൊടുത്തപ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് കാണുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത. നമുക്ക് തന്നെ ഒന്ന് മൂത്രമൊഴിക്കാൻ തോന്നിയിട്ട് അത് നടന്നിട്ടില്ലെങ്കിൽ എത്ര വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ടല്ല നമ്മൾ അത്തരം കാര്യങ്ങൾ നടന്നാൽ അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വആഫാനി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യമായി നമുക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി തരുന്നവനാണ് ആര്? അള്ളാഹു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും വലിയ രോഗങ്ങളും ഇല്ലാതെ ഇവിടം വരെ എന്നെ എത്തിച്ചവനെ, എല്ലാ നിയമത്തും നിന്നിൽ നിന്നാണ്. അത് തുടങ്ങി അങ്ങനെ എല്ലാ നിയമത്തുകളും. ഇതിനുള്ള ശുക്ർ കൂടിയാണ് ഹജ്ജ്. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, നിനക്കാണ് പരമാധികാരം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅതിൽ മുൽക മൻ തശാ വതുഇസ്സു മൻ തശാ വതുസില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊക്കെ നമ്മൾ അല്ലാഹുവിനെ വാഴ്ത്തി പറയുന്ന ഖുർആനിലെ ആയത്തുകൾ. ലോകത്ത് പലരും പരമാധികാരികളായി ചമയാണ്, പണ്ടുണ്ട് ഇന്നുണ്ട്. ട്രംപ് ഒരു ഭാഗത്ത് അയാളാണ് അന റബ്ബുക്കുമുൽ അലയായി ആധുനിക ഫറോവയായിട്ട് ജീവിക്കുന്നത്. നെതന്യാഹു വേറൊരു ഭാഗത്താണ്, നരേന്ദ്രമോദി അമിത്ഷായും വേറൊരു ഭാഗത്താണ്. ഇങ്ങനെ ഒരുപാട് ദൈവങ്ങളാണ് മനുഷ്യരെ അടിമകളാക്കി കൊണ്ട് നടക്കുന്നത്. അവരുടെ ഒന്നും മുമ്പിൽ ഞങ്ങൾ തലകുനിക്കാൻ തീരുമാനിച്ചിട്ടുള്ള, ഉയർത്തി നിർത്തിയിരിക്കുന്ന ഈ തല ആരുടെയെങ്കിലും മുമ്പിൽ ഈ നെറ്റി നിസ്സാരമായ മണ്ണിൽ വെക്കുമെങ്കിൽ സൃഷ്ടിച്ചവനായ അള്ളാഹുവേ, നിന്റെ മുമ്പിൽ മാത്രം ഈ തല കുനിയൂ. ലക വൽ മുൽക്ക്, നിനക്കാണ് പരമാധികാരം. വേറൊരാളെയും ഞങ്ങൾ പരമാധികാരികളായിട്ട് അംഗീകരിച്ചിട്ടില്ല. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ദിക്റാണ്, പ്രാർത്ഥനയാണ്, ജീവിതത്തിൻ്റെ ഉയർത്തി നിർത്തപ്പെട്ട നിലപാടാണ്. അത് നമ്മൾ കഅബ കാണുന്നത് വരേക്കും ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിമാനത്തിൽ നിന്ന് ഉറങ്ങിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്തുകൊണ്ട് ഇവിടുന്ന് ഇഹ്റാമത്ത് പ്രവേശിക്കുന്ന വെച്ചാൽ മീഖാത്ത് നല്ല പ്രവേശിക്കണമെന്ന് വെച്ചാൽ, മീഖാത്ത് നമ്മൾ എന്തായിരിക്കും, വിമാനത്തിലൂടെയാണ് പോകുന്ന സമയത്ത് ആ മീഖാത്ത്, ഇന്ത്യക്കാരുടെ മീഖാത്ത് പറഞ്ഞാൽ യലംലമാണ്. യലംലം യമൻ വഴി ആയിക്കൊള്ളണമെന്നില്ല വിമാനം ഓടുന്നത്. ചിലപ്പോൾ തായിഫിൻ്റെ ഭാഗത്ത് പോയിട്ടായിരിക്കും ജിദ്ദയിലേക്ക് വിമാനം ഇങ്ങനെ തിരിഞ്ഞിറങ്ങുക. അപ്പോൾ തായിഫിൻ്റെ ഭാഗത്തുള്ള മീഖാത്തിൻ്റെ പേര് കർണുൽ മനാസിൽ എന്നാണ്. അപ്പോൾ അവിടെ ഇറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ചിലപ്പം വിമാനത്തിലൊരു അനൗൺസ്മെൻറ്റ് വരും, ഞങ്ങൾ മീഖാത്തിലൂടെ കടന്നു പോകും. അത് ആരെങ്കിലും അതിൽ ഒറ്റപ്പെട്ട ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ നിയ്യത്ത് വെക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വെക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആരെങ്കിലും ഉറങ്ങിപ്പോവുകയും മറ്റൊക്കെ ചെയ്താൽ അവരുടെ നിയ്യത്ത് മീഖാത്ത് അല്ലാതെയായി പോകും. അതുകൊണ്ട് സൂക്ഷ്മത എന്താണ്, ഇവിടുന്ന് ഹജ്ജ് കമ്മിറ്റി എല്ലാവരും ചെയ്യുക, ഇവിടെ തന്നെ ഇഹ്റാമ പ്രവേശിച്ച് നിയ്യത്ത് വെച്ച് പോവുക എന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉംറക്കുള്ള നിയ്യത്ത് വെച്ച് വിമാനത്തിൽ കയറി ജിദ്ദയിൽ ഇറങ്ങി അവിടെ നിന്നുള്ള സീല് നമ്മുടെ പാസ്പോർട്ടിൽ വാങ്ങി അവർക്ക് ഫിംഗർ അതുപോലെ കണ്ണിൻ്റെ ഫോട്ടോയൊക്കെ അവിടുത്തെ പാസ്പോർട്ട് വിഭാഗം എടുത്ത് നമ്മളെ ജിദ്ദയിൽ കടത്തി. അപ്പോൾ ആ കൺവെയറിൽ നമ്മുടെ ലഗേജ് വന്ന് നിൽക്കുന്നുണ്ടാവും. അവിടെ ട്രോളി ഉണ്ടാവും. ആ ട്രോളിയിലേക്ക് അത് എടുത്ത് വെച്ച് പുറത്ത് നമ്മുടെ ബസ് നമ്മുടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ അടിഭാഗത്ത് ട്രോളിയൊക്കെ ഈ തവണ നമ്മൾ തരുന്നത് നിങ്ങൾക്ക് ബാഗല്ല, മറിച്ച് ഓരോരുത്തർക്കും ഓരോ സൂട്ട് കേസാണ് തരുന്നത്. അത് അട്ടിയായിട്ട് കൃത്യമായിട്ട് ആദ്യം വെക്കുന്ന ആൾ ഉള്ളോട്ട് വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പിന്നെ രണ്ടാമത്തെ ആൾ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് അങ്ങനെ വൃത്തിയിലൊക്കെ വെച്ച് നമ്മൾ ബസ്സിൽ കയറി നമ്മൾ ഈ പറയുന്ന മക്കയിൽ നമ്മുടെ ബിൽഡിങ്ങിലെത്തി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സമയം നമ്മൾ പറയും ബാക്കി ഉംറയുടെ കർമ്മങ്ങൾക്ക് ഹറമിലേക്ക് പോകുന്ന ആ സമയത്തൊക്കെ നിങ്ങൾ എപ്പോഴും ഹറമിലേക്ക് പോകുന്ന സമയത്ത് ഉളു എടുക്കേണ്ടത് റൂമിൽ നിന്നാണ്. മറ്റൊടത്തുനിന്ന് എടുക്കുക ഹറമെന്നും
പക്ഷെ നമ്മൾ ഇറങ്ങി കയറി ഒന്നെടുത്ത് വരുമ്പോഴത്തേനും ഒരു 15 മിനിറ്റൊക്കെ പിടിക്കും. ചില ആളുകൾക്ക് ആ മെഷീൻ്റെ മുകളിൽ ഈ മെഷീനിലൂടെ ഇറങ്ങുക കയറുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിത്യസംഭവമാട്ടോ. ഇപ്പോൾ എല്ലാ ആളുകളിലും ആ സംവിധാനമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറി നിന്നാൽ ഞാൻ വീണ് പോവോ എന്നൊക്കെ കരുതി, അതുപോലെ അതിൻ്റെ കൈപ്പിടി പിടിക്കുന്ന, അതിനെ ബലത്തിൽ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന അതിനെ പിടിച്ചു നിർത്താനൊന്നും നിങ്ങൾ നോക്കണ്ട. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കയറി നിന്ന് ഞാൻ വീണു അതൊക്കാൻ വേണ്ടി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സാധനത്തിന് മുകളിൽ ഒന്ന് കൈവച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ അവിടെ യാഥാർത്ഥ്യമായിട്ട് വരും. അതൊന്നും തീരെ പരിചയമില്ലാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ ലുലു മാളിലും മറ്റൊക്കെ ഒന്ന് പോയി ഒന്ന് കയറി പഠിക്കണ ഓലെ ഒന്ന് കയറ്റി പഠിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. അവിടെ മിക്കവാറും അത് വേണ്ടി വരും. കാരണം താഴെ തട്ടിൽ നിസ്കാരം കിട്ടിയില്ലെങ്കിൽ പോലീസ് പിന്നെ യാ അല്ലാ അല ഫൗക്ക് പോട്ടെ അല സത്തെ മുകളിലോട്ട് അങ്ങോട്ട് പോട്ടെ എന്ന് പറയുന്ന നമ്മൾ അതിമ കയറി നിന്ന് കൊടുക്കണം. അപ്പോൾ പിന്നെ ആടുന്ന് കെട്ടി മറിയാനും വീഴാനൊന്നും നിൽക്കരുത്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുക. ഇതിലൊക്കെ ഒരു ചെറിയ പേടി വേണ്ട, ജാഗ്രത മതി. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് എവിടുന്നാന്ന് വെച്ചാൽ, എവിടെ നമ്മളങ്ങോട്ട് പോയത്? നമ്മൾ ജിദ്ദയിൽ ഇറങ്ങി പോകുന്ന സമയത്ത് അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമ്മൾ അവിടുന്ന് നിയ്യത്തൊക്കെ ചെയ്ത് ഒരു സമയം പറയും ഉംറയുടെ ബാക്കി കർമ്മങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഹറമിലേക്ക് നമ്മളിങ്ങനെ പോയി പിന്നെ അവിടെ എത്തി വലത്തെ കാല് വെച്ചിട്ടാണ് എല്ലാ പള്ളികളിലും പ്രവേശിക്കേണ്ടത്. ഹറമിലും നമ്മൾ ഒരിക്കൽ കൂടി ഈ ഹജ്ജ് കാലത്ത് പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ സമയത്തും കയറുന്ന സമയത്തുള്ള പ്രാർത്ഥന വലത്തെ കാല് വെച്ചിട്ട് നമ്മൾ ചൊല്ലണം. ഇതൊക്കെ എപ്പോഴും ഞാൻ പറയുന്നതാണ്. ഞാൻ പറയുന്നത് തന്നെ കേട്ട് തഴമ്പിച്ച ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഓരോ മുമ്പിൽ വീണ്ടും എനിക്കിത് ആവർത്തിക്കാൻ മടിയുണ്ട്. പക്ഷെ പുതിയ ആൾക്കാർ ഇതൊന്നും പറഞ്ഞില്ലല്ലേ ഒന്ന് തോന്നണ്ട എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മൾ വലത്തെ കാല് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുക്കി നമ്മളെ കാല് കുറേ ദിവസമായി കൊണ്ടു കിടക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസത്തിൽ വലത്തെ കാലുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് പിറകുന്നുണ്ട് വേറൊരു ആഫ്രിക്കൻ സംഘം. ഈജിപ്ഷ്യരൊക്കെ വന്നാൽ വലിയ മനുഷ്യന്മാരായിരിക്കും. അങ്ങനെ വരും. അങ്ങനെ വരുന്നവർ ഓരങ്ങ് തള്ളി ഒരു ആവേശത്തിൽ വരിക. കുറേ കാലമായി ഹജ്ജ് എന്ന് പറഞ്ഞേക്കാം. നമ്മൾ ഒരേ സമയത്ത് അവിടെ എത്തിപ്പെട്ടു പോയതാണ്. അപ്പോൾ ഓരങ്ങ് തള്ളിയപ്പോൾ എൻ്റെ കാലം ഇടത്തേതായിപ്പോയി കയറുന്ന സമയത്ത്. അപ്പം പിന്നെ എൻ്റെ മനസ്സിൽ വസ്വാസ്, പടച്ചോനെ ഞാൻ എൻ്റെ കാല് വലത്തേത് ഒരുക്കി കൊണ്ടുവന്ന് ഈ സമയത്ത് കയറാൻ വന്നപ്പോൾ ഈ ചങ്ങാതി എന്നെ തള്ളിയല്ലോ, എൻ്റെ ഇടത്തേ കാലമായിപ്പോയി എന്നാരും വിചാരിക്കേണ്ടതില്ല. അങ്ങനെ അഥവാ ആയിപ്പോയാൽ പിന്നെ ബേക്കോട്ട് ഇറങ്ങി ആട് വെള്ളം കണ്ട മാതിരി ബേക്കോട്ട് തന്നെ ഇറങ്ങി പിന്നെ മുന്നോട്ട് വലത്തേക്കാല് വെക്കണ്ട. അള്ളാഹു നമ്മളെ മനസ്സിലേക്കാണ് നോക്കിയത്. അപ്പോൾ ഇടത്തേക്കാലിൽ അങ്ങോട്ട് പോയാൽ മതി. അപ്പം കയറുന്ന സമയത്തുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. അത് നിങ്ങളും ഞാനും ഒക്കെ ഒരേ പ്രാർത്ഥന തന്നെ ആയിരിക്കും ചെല്ലുന്നത് ഞാൻ വിചാരിക്കുന്നത്. ഏതാ ചെല്ലല്? പള്ളി കയറുമ്പോൾ നമ്മൾ ചെല്ലുന്നത് അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മതിക. അതിന് ഒന്നുകൂടി നന്നായി ചെല്ലാൻ അഊദു ബില്ലാഹിൽ അലീം വബി വജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്താനിർ റജീം ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മതിക. ഒന്നുമില്ല, അതിൻ്റെ മുമ്പിൽ ഒരു ഔദും ബിസ്മിയും നബിയുടെ പേരിൽ ഒരു സ്വലാത്തും ചൊല്ലിക്കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി കുറച്ച് മുന്നോട്ട് നടന്ന് സ്റ്റെയർ കേസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗോവണിയുണ്ട്, അതിലൂടെ ഇറങ്ങിയാൽ കാബ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വന്നു. ആദ്യമായി കാണുന്നവർ, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടവർ, അന്നും ഇന്നും കാബ ഒരേ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ കാബ കാണുമ്പോൾ എന്തെല്ലാം ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ആ കാബ കാണുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതഅലീമൻ വതക്രീമൻ വമഹാബതൻ വബിറ വസിദ് മൻ ശറഫഹു വകറമഹു മിമ്മൻ ഹജ്ജഹു അവി ഉത്തമറഹു തശ്രീഫൻ വതഅലീമൻ വമഹാബതൻ വബിറ. അല്ലാഹുവേ, ഈ ഭവനത്തിന് നീ പ്രൗഢിയും ആദരണീയതയും മഹത്വവും ഗാംഭീര്യവും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. അവിടെ ഹജ്ജിനും ഉംറക്കും എപ്പോൾ എന്നോടൊപ്പം എത്ര പേര് അവിടെ വന്ന് ഓരോ രാജ്യത്തു നിന്ന് വന്നവർ, ലക്ഷക്കണക്കിന് മനുഷ്യർ. ഇതിനു മുമ്പ് എത്ര തലമുറകൾ ഇവിടെ വന്നു പോയിട്ടുണ്ടാകും, ഇനി എത്ര പേർ ഇവിടെ വരാനിരിക്കുന്നു. എല്ലാവരും ആദരണീയരാണ്, പ്രൗഢിയുള്ളവരാണ്. അവർക്കൊക്കെ അത് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും? പിന്നെ അവിടുന്ന് ആദ്യത്തിൽ സുന്നത്ത് നിസ്കാരമല്ല, നമ്മൾ തവാഫ് ചെയ്യാൻ പോവുകയാണ്. ആ തുടക്കത്തിലുള്ള തവാഫാണ് സുന്നത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തവാഫിലേക്ക് പോയാൽ മതി. നമുക്കറിയാം കാബക്ക് 4 മൂലകളാണുള്ളത്. ഒരു മൂലക്ക് എന്ത് പറയും? റുക്കുനുൽ ഹജർ എന്ന് പറയും, ഹജർ അൽ അസ്വദിൻ്റെ മൂല. പിന്നൊന്ന് റുക്കുനുൽ ഇറാഖി എന്ന് പറയും, ഇറാഖിൻ്റെ ഭാഗത്തേക്കുള്ള പില്ലർ. പിന്നൊന്ന് റുക്കുനു ഷാമി എന്ന് പറയും, സിറിയയുടെ ഭാഗം. ഷാം എന്ന് പറഞ്ഞാൽ സിറിയ.
റുക്കുനുൽ യമാനി എന്ന് പറഞ്ഞാൽ യമനിൻ്റെ ഭാഗം. ഇത് പണ്ട് കാലത്ത് അങ്ങനെ പേര് കൊടുത്താണ്. അപ്പോൾ നമ്മൾ തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദിൻ്റെ മൂലയെന്നാണ്. അപ്പോൾ ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് തവാഫ് ആരംഭിക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് ചുംബിക്കാനൊന്നും നമുക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ബാക്കിയുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾക്കതിന് പറ്റുകയാണെങ്കിൽ നമ്മൾ അത് തടയുകയില്ല, നിങ്ങൾക്ക് പോയിട്ട് അതിനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതി നമ്മുടെ ഹജ്ജിനൊന്ന് തടസ്സം വരുന്ന രൂപത്തിൽ ആ ഭാഗത്തേക്ക് പോകരുത്. നല്ല തിരക്കുണ്ടാകും. നമ്മൾ എയറിലാവുക എന്ന് പറയില്ലേ, അത് യഥാർത്ഥത്തിൽ എയറിൽ തന്നെ ആവും. ആൾക്കാർ നമ്മൾ അങ്ങനെ അതിൻ്റെ അടുത്തെത്തുന്ന നേരം പൊക്കിയിട്ട് ഇങ്ങനെ നമ്മളെ കിടത്തിയമായിട്ടുണ്ടാവും കുറേ ആൾക്കാരുടെ തലേൻ്റെ മുകളിലൂടെ. പിന്നെ അപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ടാണ് നമ്മൾ ചാടിയിട്ട് വീഴുക. അപ്പോൾ അതിനൊന്നും നിൽക്കരുത്. ഏതായിരുന്നാലും നമ്മൾ തവാഫ് ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന് ആരംഭിക്കണം. തവാഫിൽ ഒളു നിർബന്ധമാണ്. അപ്പോൾ ഒളു എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ. വലത്തെ കൈ ഹജറുൽ അസ്വദിൻ്റെ നേരെ ഇങ്ങനെ ഉയർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തവാഫ് ആരംഭിക്കും. തവാഫിൽ 2 പ്രാർത്ഥനകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചു വന്നത്. ഒന്ന് തുടക്കത്തിലുള്ള അല്ലാഹുമ്മ ഈമാനൻ ബിക വ തസ്ദീഖൻ ബി കിതാബിക വ വഫാഅൻ ബി അഹ്ദിക വത്തിബാഅൻ ലി സുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അർത്ഥമൊക്കെ നിങ്ങൾ നോക്കിക്കോ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടന്നു പോകുന്നു. പിന്നെ 4ാമത്തെ മൂലയിൽ എത്തുമ്പോൾ എന്താ പറയുക, റുക്കുനുൽ യമാനി തൊട്ട് റുക്കുനുൽ ഹജർ വരെ എല്ലാ റൗണ്ടിലും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന ഇസ്ലാമിലെ ആ സമഗ്രമായ പ്രാർത്ഥന ആവർത്തിച്ച് ചെല്ലുകയും വേണം. അപ്പം ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യും, അവിടെ നിങ്ങൾ പല രംഗങ്ങൾ കാണും. ചില ആൾക്കാർ ഉറക്കെ ചൊല്ലി കൊടുക്കുന്നുണ്ടാവും. ചെല്ലുന്ന ആളുകൾക്ക് ഇതെന്താ ചൊല്ലി തരണം എന്ന് അറിയാത്തതുകൊണ്ട്, അറബി അറിയാത്തതുകൊണ്ട് അവർ തെറ്റിച്ച് ചെല്ലുന്നുണ്ടാവും ആ കേട്ടത്. വേറെ ചില ആളുകൾ ബുക്ക് നോക്കി ചൊല്ലിയിട്ട് ആളുകളുടെ പോലെ പോയി കൂട്ടി മുട്ടുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത തരത്തിൽ ഞാൻ നിങ്ങൾക്കൊരു രീതി പറഞ്ഞു തന്നാൽ, നമ്മൾ 1ാമത്തെ റൗണ്ടിന് നമ്മുടെ പ്രാർത്ഥനയുടെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ മണ്ണിൽ കാബക്ക് ചാരയാണ് നമ്മളുള്ളത്. അപ്പോൾ 1ാമത്തെ റൗണ്ട് നിങ്ങൾ പ്രാർത്ഥന ആരംഭിക്കേണ്ടത് ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടുമാണ്. അപ്പോൾ 1ാമത്തെ റൗണ്ടിന് നിങ്ങൾ ഹംദായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് അത്ര വലിയ ഒരു റൗണ്ടിൽ ചെല്ലാൻ മാത്രമൊന്നും ഹംദിൻ്റെ കയ്യിലില്ലല്ലോ. അങ്ങനെയല്ല, നിങ്ങളെ കയ്യിലുണ്ടത്. ഏറ്റവും വലിയ ഹംദ് എന്ന് പറയുന്നത് ഫാത്തിഹയാണ്. പിന്നെ 3 ചെറിയ സൂറത്തുകൾ നമുക്കതിൻ്റെ പ്രാധാന്യമൊക്കെ അറിയാം, അത് നമ്മൾ ചൊല്ലുന്നു. ആയത്തുൽ കുർസി നമുക്കറിയാം. അതുപോലെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് ആമനർ റസൂലും അറിയാം. പിന്നെ അവസാനത്തെ ജുസയിലുള്ള മിക്ക സൂറത്തുകൾക്കും കാബയും മക്കയുമായിട്ടാണ് ബന്ധം. അപ്പോൾ അതൊക്കെ ചൊല്ലിയാൽ മതി. ലീലാഫി ഖുറൈശിൻ ഉദാഹരണത്തിന് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, കാബയെ പറ്റിയാണ് പറയുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നത് അതിനെപ്പറ്റിയാണ്. അങ്ങനെയുള്ള എല്ലാ സൂറത്തുകളും നമുക്ക് ചെറുത് ചെല്ലിയാൽ ഈ 1ാമത്തെ റൗണ്ടിൽ ഹംദായിട്ട് അത് മതി. 2ാമത്തെ റൗണ്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കൂടുതലായി സ്വലാത്ത്, നമ്മൾ നമസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്ത് ചൊല്ലുകയും അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് തുടങ്ങിയിട്ടുള്ള ദിക്റുകളും ചൊല്ലാം. അപ്പോൾ ഹംദും സ്വലാത്തുമായി. ഇനി 3ാമത്തെ റൗണ്ടിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ആദ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് സ്വന്തത്തിന് വേണ്ടി 3ാമത്തെ റൗണ്ടിനെ നമ്മൾ എടുക്കുന്നു. അതിൽ തന്നെ പരലോകത്ത് വിജയിക്കാനും ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടാനും വേണ്ടിയിട്ട് നമ്മൾ ഊന്നണം. അപ്പോൾ അങ്ങനെ നമ്മുടെ പരലോക വിജയത്തിനും ആഖിറത്തിലെ വിജയത്തിനും വേണ്ടി ഊന്നി പ്രാർത്ഥിക്കുകയും ദുനിയാവിൽ നമുക്ക് ഈമാൻ വർദ്ധിക്കാനും തഖ്വ വർദ്ധിക്കാനും വേണ്ടി അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഈമാന വസയ്യിൻഹു ഫി ഖൽബി വകർരിഹ് ഇലയ്യൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും കുടുംബപരമായൊക്കെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പറയാം. അതാണ് 3ാമത്തെ റൗണ്ടിൽ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 4ാമത്തേൽ നമ്മുടെ മാതാപിതാക്കൾ, അതിൽ ജീവിച്ചിരിക്കുന്നവരുണ്ടാവും, മരണപ്പെട്ടു പോയവരുണ്ടാവും. മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആരോഗ്യത്തോടു കൂടി ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ഓരോ മക്കൾക്കും പേരെടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ 4ാമത്തെ റൗണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. 5ാമത്തെ റൗണ്ടിൽ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ
സ്ഥാപനങ്ങൾ, നമ്മുടെ പ്രസ്ഥാനം, അതുപോലെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവർ, അവരൊക്കെ നമ്മൾ 5ാമത്തെ റൗണ്ടിൽ, ഉദാഹരണമാണ് കേട്ടോ, ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. 6ാമത്തെ റൗണ്ടിൽ അൽ ഹുജ്ജാജ് വൽ ഉമ്മാറു അഫ്ദുല്ലാ എന്നാണ്. ഹാജിമാരും ഉംറയ്ക്ക് വരുന്ന ആളുകളും അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളാണ്. നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ദർബാറിൽ എന്ത് പറയുന്നുവോ അത് അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും, നമ്മൾ സാധാരണ പറയില്ല, ഓരോ ഹാജിയും ലോകത്തുള്ള മുസ്ലിങ്ങളുടെ പ്രതിനിധികളായി കൊണ്ടുകൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഫലസ്തീന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, അവിടെ മഴ പെയ്യുകയാണെങ്കിൽ ആ മരുഭൂമിയിലെ ടെൻറ്റിൽ ആ മക്കൾ നിലത്തൊന്നുമില്ലാതെ ആ വെള്ളത്തിൽ കിടക്കുകയാണ്. പൊരിഞ്ഞ വെയിലാണെങ്കിൽ, ഇപ്പം പൊരിഞ്ഞ വെയിലാണ്, ആ കൊടും ചൂടിൽ അവരാ ടെൻറ്റിൻ്റെ അകത്തും പുറത്തുമാണ്. അവരാകെ ചെയ്തിരിക്കുന്ന തെറ്റ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അജയ്യനും യുക്തിമാനുമായ അള്ളാഹുവിലുള്ള ഈമാൻ ഞങ്ങൾ കൈവടിയില്ല, നിങ്ങൾ എന്തു ചെയ്താലും എന്ന് പ്രഖ്യാപിച്ചു എന്നത് മാത്രമാണ്. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ 1ാമത്തെ ഖിബിലയാണ്. അപ്പോൾ അതിൻ്റെ വിമോചനത്തിന് വേണ്ടി, അതിൻ്റെ ശത്രുവിൻ്റെ പരാജയത്തിന് വേണ്ടി ലോകത്ത് ഇറാനെ പോലെ ഇസ്ലാമികമായ വേറെ എന്ത് ഫിഖ്ഹിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്കുണ്ടെങ്കിലും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം, ചില അടയാളങ്ങളുള്ള രാഷ്ട്രമാണ്. അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ. ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഉൾപ്പെടെ ഭീകരമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്ന സമയത്താണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്. എത്രയെത്ര ആളുകളെയാണ് അവർ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. ഇതിൻ്റെ ഇടയിൽ മുഹമ്മദ് ദീപക് എന്ന് ഉറക്കെ പറയുന്ന ഒരു ജനസമൂഹം ഉള്ള ഒരു ഇന്ത്യയായി ഞങ്ങളുടെ പഴയ ഇന്ത്യയെ നിലനിർത്തി തരണമേ എന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വഖഫ് സ്വത്തുക്കൾ, നമ്മുടെ പൗരത്വം, SIR, ഇതൊക്കെ ഭീഷണി നേരിടുന്ന ഒരു ഘട്ടത്തിൽ, അതോടൊപ്പം തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറെ കൂടി വിദ്യാഭ്യാസവും ഇത്തിരി സാമ്പത്തികവും ഒക്കെ ഉണ്ടെങ്കിലും ശത്രു അതിശക്തമായതിനാൽ ഒന്നിച്ച് ഐക്യത്തോടു കൂടി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ 2 സംഘടനകളുടെ 100ാം വാർഷികങ്ങൾ നടന്നപ്പോഴും അതിൽ മറ്റു മുസ്ലിം സംഘടനകൾക്കെതിരിൽ പ്രമേയങ്ങൾ വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഒന്ന് മാറി ശരിക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഐക്യപ്പെട്ട് അടിസ്ഥാനങ്ങളിൽ ഐക്യപ്പെടുകയും വിശദാംശങ്ങളിലും ഫിഖ്ഹുകളിലും വിശാലത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇസ്സത്തുള്ള സമുദായമായി, ഉമ്മത്തായി മാറാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് ഒരു മാതാവിൻ്റെ വസ്ത്രത്തിൻ്റെ തലപ്പ് പിടിച്ച് ഒരു കുഞ്ഞ് ചോദിക്കുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ നമ്മുടെ തവാഫിൽ നമുക്ക് കഴിയണം. അങ്ങനെ 7 റൗണ്ട് നമ്മളിങ്ങനെ പൂർത്തിയാക്കും പ്രാർത്ഥനകൾ കൊണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരാളുടെ ഉളു നഷ്ടപ്പെട്ടാൽ, 3:30 ഉളു നഷ്ടപ്പെട്ടാൽ, അയാൾ ആ 3 വരെ ചെയ്തത് പരിഗണിക്കും. ആ അര പരിഗണിക്കേണ്ടതില്ല, അയാൾ ഉളു എടുത്തിട്ട് വരണം. ഇപ്പോൾ ഉളു എടുക്കാൻ വേണ്ടി മാത്രമുള്ള സൗകര്യം ഹറമിൻ്റെ അകത്ത് നമ്മൾ ഇറങ്ങി വന്ന ആ സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഉളു എടുക്കുകയും ചെയ്യാം. ഇനി ഒരാൾക്ക് മൂത്രമൊഴിക്കണം എന്നൊക്കെ ആണെങ്കിൽ അവർ പുറത്തേക്ക് പോയി ബാത്റൂമിൽ ചെന്ന് അതൊക്കെ നിർവഹിച്ച് വീണ്ടും തിരിച്ചു വന്ന് ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ വന്ന് നിൽക്കുക. എന്നിട്ട് 4, 5, 6, 7 പൂർത്തിയാക്കിയാൽ മതി. പുരുഷന്മാർ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു വസ്ത്രം ഇങ്ങനെ പുതച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിവിടെ ഫ്ലൈറ്റിൽ നിന്ന് നിങ്ങൾ റൈറ്റ് സൈഡ് തുറന്നിടേണ്ടതില്ല, ചുമൽ. അത് നമ്മൾ ബിൽഡിങ്ങിൽ നിന്ന് ഹറമിലേക്ക് പോകുമ്പോൾ തുറന്നിട്ടാൽ മതി. ഇവിടെ തുറന്നിടും. അതിന് ഇൽത്തിബാ എന്നാണ് പറയുക. അതിന് ഒരു ചരിത്രപരമായ കാരണമുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ അതുപോലെ ആദ്യത്തെ 3 റൗണ്ടിൽ പുരുഷന്മാരൊന്ന് സ്പീഡിൽ, റമൽ എന്ന് പറയും, നടക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ സ്ത്രീകൾ എല്ലാവരും ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ അവിടെ സ്പീഡ് കൂട്ടേണ്ടതില്ല. അങ്ങനെ തന്നെ സാഹചര്യമുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്താൽ മതി എന്നേ ഉള്ളൂ. അല്ലാത്തവർ ഒന്നിച്ച് തന്നെയാണ് പോവുകയും ചെയ്യുക. ഇനി നമ്മൾ ഈ തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എണ്ണത്തിൽ നമുക്ക് സംശയം വന്നാൽ, അപ്പോൾ നമ്മൾ സാധാരണ നിസ്കാരത്ത് ചെയ്യുന്നത് പോലെ തന്നെ 3ാമത്തെ റക്കാത്താണോ 4ാമത്തെ റക്കാത്താണോ നമുക്ക് ഡൗട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 ഉറപ്പിച്ച് 4ാമത്തെ പൂർത്തീകരിക്കണം. അങ്ങനല്ലേ? ഉറപ്പിക്കുക, എന്നിട്ട് ബാക്കി പൂർത്തീകരിക്കുക. എന്നതുപോലെ 5ാമത്തെ റൗണ്ടോ 6ാമത്തെ റൗണ്ടോ പോയതെന്ന് സംശയം വന്നാൽ 5 ഉറപ്പിച്ചിട്ട് 6ഉം 7ഉം പിന്നെ നടന്ന് പൂർത്തീകരിച്ചാൽ മതി.
സ്ത്രീകൾക്കൊരു പ്രശ്നം വരും, അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചായിരിക്കും തവാഫ് ചെയ്യുക. അപ്പം ചിലപ്പോൾ ഒക്കെ നമ്മളെ കൈ വേറൊരാളുടെ മേൽ തട്ടിപ്പോകാം, അല്ല അയാളുടെ കൈ നമ്മുടെ മേലെ തട്ടിപ്പോകാം. അപ്പം എൻ്റെ ഒളു മുറിയുമോ എന്ന് വസ്വാസ് കൊണ്ട് നടക്കുന്ന ചില സ്ത്രീകളെങ്കിലും ഉണ്ടാവും. അതിൻ്റെ ഫിഖ് എന്താണെന്ന് ചോദിച്ചാൽ, അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ പരസ്പരം ദുഷ്ചിന്തയോടുകൂടി തട്ടിയാൽ മാത്രമേ ഒളു മുറിയുകയുള്ളൂ എന്നാണ് അതിൻ്റെ ഫത്വ. അതല്ലാതെ നിങ്ങൾ തട്ടിപ്പോയി ഒളു മുറിഞ്ഞു എന്ന് കരുതി എന്നിട്ട് നിങ്ങൾ ഒളു എടുക്കാൻ വേണ്ടി പോയി വീണ്ടും ഒളു എടുത്ത് വരുമ്പോൾ വേറൊരാളെ തട്ടിയാൽ പിന്നെ നിങ്ങൾ ഒളു എടുക്കാൻ പോയി ഇതേ നടക്കലുണ്ടാവുള്ളൂ, തവാഫ് നടക്കലുണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ അതിനെ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ 7 തവണ നമ്മുടെ തവാഫ് പൂർത്തിയാക്കി. അവിടെ നിങ്ങൾക്കറിയാം മഖാമു ഇബ്രാഹിം, സ്ഫടികക്കൂടുണ്ട്. അതിൻ്റെ അകത്താണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാബ നിർമ്മിക്കുമ്പോൾ കയറി നിന്നിട്ടുള്ള ആ മഹാനുഭാവൻ്റെ കാൽപാദം പതിഞ്ഞ കല്ലാണത്. ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. മഖാമു ഇബ്രാഹിമിനെ നിങ്ങൾ നമസ്കാരത്തിൻ്റെ സ്ഥലമായിട്ട് സ്വീകരിക്കണം. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. അവിടെ ഒരുപാട് അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതൊക്കെ കാണാനാണ് നിങ്ങളെ ഹജ്ജിനും ഉംറക്കും മക്കയിലേക്ക് വിളിച്ചത്. ആ കൂട്ടത്തിൽ പെട്ട ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് മഖാമു ഇബ്രാഹിം. അപ്പോൾ അതിൻ്റെ പിറകിൽ എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ പോയിട്ട് തവാഫിന് ശേഷം നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ആദ്യത്തെ റക്അത്തിൽ അപ്പോൾ പുരുഷന്മാരെന്താക്കണം, ചുമൽ വീണ്ടും നേരെ തന്നെ മറയ്ക്കണം കേട്ടോ. വലത്തെ സൈഡ് തുറന്നിട്ട് മാറ്റി മറച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽ യാ അയ്യുഹൽ കാഫിറൂനും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽ അല്ലാഹു അഹദും ഓതിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. പിന്നെ അവിടെ ഇരുന്നൊരു ചെറിയ പ്രാർത്ഥന കാബ നോക്കി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടും. പിന്നെ അവിടെ നമ്മൾ അങ്ങോട്ട് എഴുന്നേറ്റാൽ അവിടെയൊക്കെ എന്താക്കിയിട്ടുണ്ടാവും, സംസം അങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ നേരത്തെ നിങ്ങളുടെ ശാരീരികമായ ഒരുക്കത്തെപ്പറ്റി ഞാൻ പറഞ്ഞു, മാനസികമേ പറഞ്ഞുള്ളൂ, ശാരീരികം പറയാണ്ട്. ഞാൻ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് കാര്യം പറയാം. സംസം നിങ്ങൾ എപ്പം കുടിക്കണം, സംസം എന്നല്ല, നിങ്ങൾ എന്ത് കുടിക്കുന്നുണ്ടെങ്കിലും തണുപ്പുള്ളത് ഒഴിവാക്കണം. ഒന്നുകിൽ ചൂടുള്ളത് അല്ലെങ്കിൽ തണുപ്പില്ലാത്ത നോർമൽ വാട്ടർ കുടിച്ചാൽ മതി. അപ്പോൾ സംസം അവിടെ വെച്ചതിൽ കൂടുതൽ എന്തായിരിക്കും, തണുപ്പിച്ച സംസമായിരിക്കും. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ചില ബോട്ടലിൻ്റെ മുകളിൽ അവരുടെ കന്നാസിൻ്റെ മുകളിൽ ഗൈർ മുബറത്ത് നോട്ട് കോൾഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതെടുത്ത് നിങ്ങൾ കുടിച്ചാൽ മതി, കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും. തണുപ്പുള്ള കുടിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കളിക്കുന്ന രൂപത്തിൽ കരകരപ്പ് വരും. ഇത് ഞാൻ തണുപ്പ് കുടിച്ചിട്ടല്ല, അല്ലാതെയും തന്നെ വരും, വരാതിരിക്കട്ടെ. അപ്പോൾ ആ തണുപ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ കുടിക്കാം. പിന്നെ സംസം കുടിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മി ചെല്ലുന്നു. ഒരു പ്രാർത്ഥന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാ. എല്ലാ രോഗത്തിനുള്ള ശമനമാക്കി തരണമേ. അല്ലാഹുവേ, എൻ്റെ കണ്ണിന് തെളിച്ചം കുറഞ്ഞു വരുന്നുണ്ട്, ഞാൻ ഈ സംസം കുടിക്കുന്നതിലൂടെ എൻ്റെ കണ്ണിന് തെളിച്ചം നീ നൽകണമേ എന്ന നെയ്യത്തോടു കൂടി ഒരാൾ സംസം കുടിക്കണം. അല്ലാഹുവേ, എൻ്റെ ഓർമ്മശക്തി കുറഞ്ഞു വരുന്നുണ്ട്, ചെറിയ സൂറത്ത് പോലും ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല. പടച്ചവനെ, ഞാനിതാ ഹറമിൽ നിന്ന് സംസം കുടിക്കുന്നു, എൻ്റെ ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു തരണമേ. പടച്ചവനെ, ഞാൻ ഈ ഹറമിൽ വന്ന് ഈ ഹജ്ജ് സീസണിൽ സംസം കുടിക്കുന്നതിലൂടെ നാളെ പരലോകത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥനയെ എങ്ങനെയും വികസിപ്പിച്ചിട്ട് സംസം കുടിക്കാം. അപ്പം അങ്ങനെ നമ്മൾ സംസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താക്കും, സഫ മർവയിലേക്ക് പോകും. പോകുന്ന സമയത്ത് ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മൾ എവിടേക്ക് പോകും, സഫയിലേക്ക് പോകും. എന്നിട്ട് സഫയിലെത്തിയാൽ അവിടെ നിന്ന് നിൽക്കാൻ അവർ സമ്മതിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, മജീദ് സാഹിബിനൊക്കെ അറിയാം. അവിടെ നമ്മൾ കാബക്ക് നേരെ കൈവച്ച് അൽഹംദുലില്ലാ എന്ന് 3 തവണ പറയുന്നു, അല്ലാഹു അക്ബർ എന്ന് 3 തവണ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥന ചൊല്ലി സഫയിൽ നിന്ന് നമ്മൾ മർവയിലേക്ക് നടക്കും. അപ്പോൾ ആ പച്ച ലൈറ്റിട്ട ഭാഗം നിങ്ങൾ കാണും. അവിടെ അന്ന് ഹാജറാബി ഓടിയതിനെ അനുസ്മരിച്ചുകൊണ്ട് സ്ത്രീകൾ ചോദിക്കാറുണ്ട്, ഞങ്ങളല്ല ഓടേണ്ടത്. പക്ഷേ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് എല്ലാറ്റിലും എന്തുണ്ട്, ഒരു ഇളവുണ്ട്. അതിന് പകരം അലസന്മാരായ ഊർജ്ജസ്വലരായ ഈ പുരുഷന്മാരൊന്ന് ഓടട്ടെ എന്ന് ഇസ്ലാം വെച്ചിരിക്കുകയാണ്. അപ്പം തവാഫ് അള്ളാഹു ചുറ്റാൻ പറഞ്ഞപ്പം ചുറ്റി, ഇനി ഓടാൻ പറഞ്ഞാൽ ഞാൻ ഓടാനും തയ്യാർ.
അതാണ് സഈ. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഓരോ മനുഷ്യനും അവൻ നടത്തിയ സഈയെ ബാക്കി ഉണ്ടാവും ജീവിതത്തിൽ. പരിശ്രമങ്ങൾ. അപ്പം നിരന്തരമായ പരിശ്രമം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹാജറാബി നിരന്തര പരിശ്രമമാണ് ജീവിതത്തിൽ നടത്തിയത്. അപ്പോഴാണ് സംസം ഉണ്ടായത് ജീവിതത്തിൽ. അതാണ് ഒരു ഹാജിയെ നിരന്തരമായി പരിശീലിപ്പിക്കുകയാണ്. നടക്ക്, ഓട്, ശരിപ്പെടുത്ത് ജീവിതത്തെ, അലസത മാറ്റ്, മടി മാറ്റ്, എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേൽക്ക്, കിടക്കേണ്ട സമയത്ത് കിടക്ക്, പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്ക്. ഇങ്ങനെ ഒരു മനുഷ്യനെ പാകപ്പെടുത്തി പരിശീലിപ്പിക്കുകയാണ് ഹജ്ജും ഉംറയും ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ കാമ്പ്. അങ്ങനെ റബ്ബി ഗഫിർ വർഹം വഹ്ദിനി സബീലൽ അഖ്വം എന്ന് ആ പച്ചലൈറ്റുകൾക്കിടയിൽ പറയുന്നതും നല്ലതാണ്. അങ്ങനെ നമ്മൾ മറുവയിലെത്തി. അപ്പോൾ 1 ആയി. 2 സഫയിൽ വന്നു, 3 മറുവയിൽ ചെന്നു, 4 സഫയിൽ വന്നു, 5 മറുവയിൽ ചെന്നു, 6 സഫയിൽ വന്നു, 7 മറുവയിൽ തീർന്നു. ഇതിനിടയിൽ എന്താ ചൊല്ല? നേരത്തെ ചൊല്ലിയതും അല്ലാത്തതെന്തും നമുക്ക് ചൊല്ലാം. ഇനി അത് കഴിഞ്ഞ് നമുക്ക് മുടിയെടുക്കാനേ ഉള്ളൂ. പുരുഷന്മാർ അവിടെ തന്നെ മുടി കട്ട് ചെയ്ത് ചേരുന്ന സ്ഥലമുണ്ട്. നിങ്ങൾ ആദ്യത്തെ ചെയ്യുന്ന ഉംറ ആയതുകൊണ്ട് മുടി അന്നേരം തന്നെ എടുക്കുന്നത് നല്ലതാണ്. അമീർമാരെല്ലാവരും എപ്പോഴും മുടി എടുത്തുകൊള്ളുന്നില്ല. കാരണം അവർക്ക് പണി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവുമാണ്. അപ്പോൾ അവരെടുക്കുന്ന, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പോകുന്നവർ അങ്ങനെയുള്ള ആളുകളാകുന്നത് കൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ എടുക്കുക. ഇനി അതിന് അസൗകര്യമുള്ള ആളുകൾ മുടി വെട്ടിയാൽ പോരെന്ന് വെച്ചാൽ വെട്ടിയാലും മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിയുടെ തല കൊടുക്കാൻ തയ്യാറായ മണ്ണിൽ സമർപ്പണത്തിന് വേണ്ടി വന്ന തീർത്ഥാടക, നിന്റെ തല ഞാൻ ചോദിച്ചിട്ടില്ല, നിന്റെ മുടിയെ ചോദിച്ചിട്ടുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. സ്ത്രീകൾ റൂമിലേക്ക് എത്തിയതിന് ശേഷം ഒരു വിരലിൻ്റെ അത്ര അളവിൽ അവർ കത്രികയൊക്കെ കൊണ്ടുപോകും. മുടി മുറിച്ച് അവിടെ വേസ്റ്റ് ബിൻ ഉണ്ടാകും, അതിൽ ഇടുകയും ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ആദ്യത്തെ പോയിട്ട് ഉംറ പൂർത്തീകരിക്കും. ബാക്കിയുള്ള ദിവസം നമ്മൾ ഒരു ദിവസം ചരിത്ര സ്ഥലങ്ങൾ കാണാൻ പോകും. അന്നൊരു ഉംറക്ക് കൂടി അവസരം ലഭ്യമാക്കാൻ നമ്മൾ ശ്രമിക്കും. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താം. തായിഫിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ തായിഫും നമ്മളൊന്ന് കാണാൻ വേണ്ടി പോകും. ഹജ്ജ് കാലത്ത് അതിനൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഉംറക്ക് പോകുന്നവരെ നമ്മൾ തായിഫിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ തായിഫിൽ നിന്ന് അവിടുത്തെ കർണുൽ മനാസിൽ എന്ന് പറഞ്ഞ ഔദ്യോഗികമായ മീഖാത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ഇഹ്റാമിൽ പ്രവേശിച്ച് വേണമെങ്കിൽ ഒരു ഉംറ കൂടി നമുക്ക് നിർവഹിക്കാനുള്ള അവസരവും ഉണ്ടാവും. പിന്നെ നമ്മൾ മദീനയിലേക്ക് പോയി മദീനയിലെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് ദുൽഹജ്ജ് 5-ൻ്റെ അന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചു വരും. തിരിച്ചു വന്ന് പിന്നീട് നമ്മൾ ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസവും ഇനി ആർക്കെങ്കിലും നഖം മുറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നമ്മൾ കുളി നിർവഹിച്ച് 7-ൻ്റെ അന്ന് രാത്രി, ഇനി ഞാൻ ഹജ്ജിലേക്കാട്ടോ പോകുന്നത്. അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇബാദത്തുകൾ കൊണ്ട് അവിടെയുള്ള എല്ലാ നമസ്കാരങ്ങളിലും പങ്കുചേരുന്നു. ഖുർആൻ പാരായണങ്ങൾ, അതുപോലെ ഒന്ന് തവാഫ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതും ചെയ്യാവുന്നതാണ്. പക്ഷെ തവാഫിന് വേണ്ടി മത്താഫിലേക്ക് ഇപ്പോൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സില്ലാതെ ആളുകളെ ഇറക്കുന്നില്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി അവർ വെച്ചൊരു നിയമമാണ്. അപ്പോൾ അത് പാലിച്ചു കൊടുക്കലാണ് നമ്മളുടെയും ശരി. ഇനി നമുക്ക് തവാഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പള്ളിയുടെ മുകളിലൂടെ നിങ്ങൾക്ക് തവാഫ് ചെയ്യാം. അപ്പോൾ ഒരു റൗണ്ട് നടക്കുമ്പോൾ 10 മിനിറ്റ് ആകും. 7 റൗണ്ട് നടക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ അസറിന് ശേഷം ഒരു തവാഫ് തുടങ്ങിയാൽ മഗ്‌രിബിൻ്റെ മുമ്പായിട്ട് 1 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് ആ തവാഫ് പൂർത്തീകരിക്കാനും ഏറെ നേരം പ്രാർത്ഥിച്ച് നടക്കാനോ അതല്ലെങ്കിൽ യാസീൻ പാരായണം ചെയ്ത് നടക്കാനോ ഖുർആൻ കയ്യിലെടുത്ത് ഓതി നടക്കാനോ ഒക്കെ ആ തവാഫിൽ പറ്റും. അങ്ങനെ പ്രാർത്ഥനകൾ കൊണ്ട്, നമസ്കാരങ്ങൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, അതുപോലെ ഖുർആൻ പാരായണം, ഖുർആൻ പഠനങ്ങൾ ഒക്കെ കൊണ്ട് ധന്യമാക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മദീനയിൽ ചെന്ന് അവിടെയും ഈ രൂപത്തിൽ നമ്മൾ പൂർത്തീകരിച്ച്, മദീനയൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, ഇനി ഒരുപാട് അവസരങ്ങളുണ്ട്, ആ സമയത്തൊക്കെ അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ വരും. പിന്നെ അതിനുശേഷം നമ്മൾ ദുൽഹജ്ജ് 5-ൻ്റെ അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങി നമ്മുടെ അസീസിയയിൽ നമ്മൾ അവിടെ നിന്ന് ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് നമ്മൾ പിന്നെ ഹജ്ജിന് വേണ്ടി 7-ൻ്റെ അന്ന് രാത്രിയിൽ തന്നെ ഒരുങ്ങി അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞിട്ട് ഹജ്ജിനുള്ള നിയ്യത്ത് അന്ന് വെക്കും. എന്നിട്ട് ആയിട്ടില്ല, അത് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ചോദ്യത്തിലേക്ക് വരും. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എനിക്ക് മുറിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ മുറിഞ്ഞു എന്ന് മീൻസ് അതിൻ്റെ ആ ഫ്ലോ അങ്ങ് പോകുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് നമ്മളത് ഇഹ്റാമിൽ പ്രവേശിച്ച് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജ് ബസ്സിന് കാത്തു നിൽക്കും. ഇവിടെയൊക്കെ ബസ് ഇങ്ങനെ വരിയായിട്ട് 5 ബസ്സാണ് ഇങ്ങനെ വന്നോളണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം 2 ബസ്സൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ 3-ാമത്തെ ആൾക്കാർ ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടതില്ല. അത് ഞങ്ങളെ കയ്യിലല്ല ബസ് വന്നോളൂ. ഈ സബറാണ് ഇതിന് വേണ്ടത്.
ഇതിലൊക്കെ കുറേ രസകരമായ കഥകളൊക്കെ പറയേണ്ട സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ മിനയിലെത്തും. ദുൽഹജ്ജിൻ്റെ അന്ന് മിനയിൽ സുബിക്ക് നമ്മൾ അവിടെ എത്തിയ സുബിയും നമ്മൾ അവിടെ തന്നെയാണ് നിസ്കരിക്കുക. പിന്നെ ളുഹറും അസറും മഗ്രിബും ഇശാവും നമ്മൾ അവിടെ തന്നെ നിസ്കരിക്കും. മിനയിൽ നിസ്കരിക്കുമ്പോൾ 4 റക്അത്തുള്ള എല്ലാ നമസ്കാരങ്ങളും നമ്മൾ 2 റക്അത്തായിട്ട് അവിടുന്ന് ചുരുക്കിയാണ് നിസ്കരിക്കുക. മഗ്രിബ് പിന്നെ 3 തന്നെയും ആയിരിക്കും. അങ്ങനെ ആ ദിവസം അവിടെ പ്രാർത്ഥനയിൽ കഴിഞ്ഞ് ഇനി ദുൽഹജ്ജ് 9 വന്ന് അന്ന് നമ്മളെ ബസ് മാർഗം എന്താക്കും, അതും ചിലപ്പോൾ രാത്രി തന്നെ കൊണ്ടുപോകും. അതൊക്കെ അവിടുത്തെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ്. 9ൻ്റെ അന്നേക്ക് നമ്മൾ എല്ലാവരും കൂടിയ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമത്തിന് വേണ്ടി അവിടെയും ടെൻറ്റുകളൊക്കെ ഉണ്ടാകും. മിനയിലെ നമ്മുടെ ടെൻറ്റ് എന്ന് പറയുന്നത് ബി കാറ്റഗറിയിലാണ് നമ്മൾ ടെൻറ്റ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ ABC എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ബി എന്ന് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെൻറ്റിനെ പറ്റി പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ചാൽ നമ്മുടെ മരണത്തിൻ്റെ ഡ്രസ്സ് ധരിച്ചു, അതാണല്ലോ ഹജ്ജ്. പിന്നെ ടെൻറ്റിൽ നമ്മൾ കിടക്കുമ്പോൾ അത് വളരെ ഇടുങ്ങിയൊരു ടെൻറ്റായിരിക്കും. ഒരാൾ ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് തല ഇങ്ങോട്ട് വെച്ച് കാല് ഇങ്ങോട്ട് നീട്ടി, മറ്റേ ആൾ അപ്പുറത്ത് തല വെച്ച് അയാളുടെ കാല് ഇങ്ങോട്ട് നീട്ടി ഇങ്ങനെ കിടന്നാൽ അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ എന്തിട്ടുണ്ടാവും, വേറൊരാൾക്ക് കിടക്കാനുള്ള കോസടി ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കുഷ്യൻ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ തവണ ഒരാൾ എന്നോട് പറഞ്ഞു, റഫീഖ് സാഹിബേ ഇപ്പുറത്തുള്ള ആളും അപ്പുറത്തുള്ള ആളും എന്നെ ചവിട്ടുന്നുണ്ട്, ഞാൻ നടുക്ക് കിടന്ന് ഇങ്ങനെ ഇടുങ്ങുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഖബർ വിശാലമാക്കി തരട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് പിന്നൊന്നും പറയാനില്ല, കാരണം ഖബറിലാണ് കിടക്കുന്നത്, നമുക്ക് അവിടെ വേറെ സ്ഥലം ഉണ്ടാക്കി കൊടുക്കാനും കഴിയില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് പിന്നെ അത് ബി കാറ്റഗറി ആയതുകൊണ്ട് നമുക്ക് അവിടെയും ഫുഡ് ബൊഫേ സിസ്റ്റത്തിലാണ് മിനയുടെ അകത്ത് തരിക. കഴിഞ്ഞ തവണ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഞാൻ ഈ എല്ലാ വാഗ്ദാനം പറഞ്ഞ് നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അതൊന്നും എന്താപ്പോൾ അവിടെ ഇല്ലാത്തതൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. ഇതൊക്കെ അവിടെ എത്തുമ്പോൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ആവണം എന്നത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. മിനയുടെ അകത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അതിന് 9,000 റിയാൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ കാറ്റഗറിയുടെ ഒക്കെ പ്രശ്നം. അപ്പോൾ അങ്ങനെ നമ്മൾ മിനയിൽ നിന്ന് 9ൻ്റെ അന്ന് അറഫയിലേക്ക് പോകാനും നമ്മുടെ ബസ് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചില ബസ് ആകെ മിനയിൽ നിന്ന് അറഫയിലേക്ക് 5-6 കിലോമീറ്റർ ഉള്ളൂ, നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ബസ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചില ഡ്രൈവർമാർ വഴി തെറ്റും, ചിലർ നേരം വൈകി വരും. കഴിഞ്ഞ തവണയോ അതിൻ്റെ മുമ്പത്തെ തവണയോ ഒരു ബസ് രാത്രി ഏകദേശം ഒരു 10 മണിക്ക് മിനയിലെ ടെൻറ്റിൽ നിന്ന് ആളുകളെ കയറ്റിയിട്ട് പിറ്റേന്ന് രാവിലെ 10 മണിക്കാണ് അറഫയിൽ കൊണ്ടുപോയി ഇറക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഈറ്റയ്ക്ക് മൂത്രമൊഴിക്കാൻ കഴിയൂല, കാരണം ഇടയിൽ നിർത്താൻ പറ്റില്ലല്ലോ. ഇത് ഞാൻ ഇപ്പോൾ മൂത്രമൊഴിച്ച് വരാൻ പറയാൻ പറ്റുമോ? ഇതിങ്ങനെ ബസ്സുകൾ ഒഴുകല്ലേ, ഡ്രൈവർമാർ നിർത്തിയില്ല. ഒന്നെങ്ങാനും വഴി തെറ്റി അയാളോട് ചോദിക്കും. ഇതിൻ്റെ ഇടയിൽ ഈ വാതിൽ തുറന്നാൽ പിന്നെ വേറൊരാൾ അതിൻ്റെ അകത്ത് കയറി വരരുത് എന്ന് സൗദി ഉണ്ട്, കയറാൻ പാടില്ല എന്ന നിയമമുണ്ട്. അതുകൊണ്ട് ഡോറിൻ്റെ മുകളിൽ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ പോലും കഴിഞ്ഞ തവണ ഒട്ടിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ മിനയിൽ നിന്ന് ക്ലോസ്ഡ് ആക്കി അറഫയിലെത്തി അവിടുന്ന് അവിടുത്തെ മുത്തവഫിൻ്റെ പ്രതിനിധി ആ സ്റ്റിക്കർ ഇളക്കുള്ളൂ. അങ്ങനെയാണ് ബസ് പോകുന്നത്, കഴിഞ്ഞ തവണ ഒക്കെ പോയത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് 10 മണി, അപ്പോൾ അന്നാണ് നല്ല വെയിലുള്ള സമയം, ഈ കഴിഞ്ഞതല്ലേ തൊട്ട് മുമ്പുള്ള തവണ. അപ്പോൾ അവർ എവിടുന്നാണ് സുബഹി നിസ്കരിച്ചിട്ടുണ്ടാകുക അന്നത്തെ ദിവസം? ഞാൻ പറഞ്ഞു, നിങ്ങൾ ബസ്സിലിരുന്ന് നിസ്കരിക്കൂ, ഞങ്ങൾക്ക് വെള്ളമല്ല, വെള്ളം വേണ്ട, നിങ്ങൾ ആ സീറ്റിലടിച്ച് തയമ്മം ചെയ്ത് അങ്ങനെയല്ല ചെയ്യാൻ കഴിയൂ. ഇതാരുടെയും കാരണത്താലൊന്നും സംഭവിക്കുന്നതല്ല. പിന്നെ 10 മണിയായി, അവർക്ക് നാസ്ത നമ്മളിവിടെ എടുത്തു വെച്ച് കാത്തു നിൽക്കണ്ടേ, ഒരു 8 മണിക്കെങ്കിലും നാസ്ത കൊടുക്കണ്ടേ. പക്ഷേ 10 മണിയാകുമ്പോഴത്തേക്ക് ഇവർ അവശരായി. അപ്പോൾ അവർ അറഫയിലെ ടെൻറ്റിലേക്ക് കയറി, റഫീഖ് സാഹിബ് ഞങ്ങളോട് ഇത് ചെയ്യരുതായിരുന്നു എന്ന് കേട്ടാൽ വിചാരിക്കും ഞങ്ങളാരോ ഒന്നും സംഭവിക്കുന്നല്ല, അത് ആ സമയത്തായിപ്പോകുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാട്ടെ. ഇതൊക്കെ പറഞ്ഞത് നിങ്ങളെ പേടിപ്പിക്കാനും അല്ല, ഇങ്ങനെ സാധ്യതകളൊക്കെ നമ്മൾ കാണണം. അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. അങ്ങനെ നമ്മൾ അറഫയിലെത്തി. ഉച്ചയുടെ സമയത്ത് ളുഹറും അസറും 2 റക്അത്ത് വീതം ജമ്മും കസറായിട്ട് നിസ്കരിക്കും. അവിടെ ഒരു അറഫയുടെ പ്രഭാഷണം അവിടെ ഉണ്ടാവും. അതിൻ്റെ പുറമെ നമ്മുടെ ടെൻറ്റിൽ നമ്മളൊരു പ്രഭാഷണം നിർവഹിക്കും. എന്നിട്ടാണ് ളുഹറും അസറും നിസ്കരിക്കുക. അതിനുശേഷം ഉച്ച തൊട്ട് മഗ്രിബ് ആകുന്നത് വരേക്കുള്ള സമയം എല്ലാവർക്കും ടെൻറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിന്ന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫ ദിവസത്തിലെ പ്രാർത്ഥന നടത്താനുള്ള സമയമാണ്. അങ്ങനെ മനുഷ്യൻ്റെ ആത്മാർത്ഥമായ കണ്ണുനീർ തുള്ളികൾ അറഫയിൽ വീഴുന്ന ദിവസം, അതിൽ പങ്കുചേരാനും അങ്ങനെ പ്രാർത്ഥിക്കാനും മനസാന്നിധ്യത്തോടു കൂടി ആ അറഫയെ ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അങ്ങനെ അറഫ കഴിഞ്ഞാൽ വൈകുന്നേരത്തോടു കൂടി പിന്നെ അവിടുന്ന് മുസ്ദലിഫ്. അപ്പം മിനയിൽ അറഫയിലൊക്കെ വിരിക്കാനും മറ്റുമൊക്കെ നമ്മൾ വിരിപ്പുകളൊക്കെ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ ഈ കാറ്റഗറി ആയതുകൊണ്ട് മിനയിലും അറഫയിലും ഒക്കെ ഉള്ള വിരിപ്പും പുതപ്പും ഉൾപ്പെടെ ഇപ്പം മുത്തവഫ് തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ് ഞാൻ വാങ്ങിയത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് വേണ്ടി വരില്ല, എന്നാലും ചെറിയൊരു ബാഗിൽ എന്തൊക്കെ എടുക്കണം എന്നൊക്കെ ആ ദിവസത്തോട് മുന്നോടിയായിട്ട് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ മുസ്ദലിഫയിൽ നിന്നും ബസ് കയറണം. പിന്നീട് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് അന്ന് മഗ്‌രിബോട് കൂടി ബസ് കയറുകയാണ്. അപ്പോൾ ഈ ബസ് പിന്നെ ഉണ്ടാകുക വേറെ ഏതെങ്കിലും ഒരു ദൂരത്തായിരിക്കും. അപ്പോൾ അറഫയിൽ നിന്ന് 1 കിലോമീറ്റർ നടന്നാൽ നമ്മളെ മുസ്ദലിഫയിലേക്കുള്ള ബസ്സിൻ്റെ അടുത്ത് എത്തിയെന്ന് കരുതുക. അവിടെയും ചിലപ്പം പ്രശ്നം സംഭവിക്കും. എൻ്റെ ബസ് വേഗം വന്നിട്ടുണ്ടാവും, ഞാൻ കയറി പോയിട്ടുണ്ടാവും. വേറൊരു ആളുള്ള ബസ് വന്നോളണമെന്നില്ല. അത് എന്തോ കാരണത്താൽ നഷ്ടപ്പെടുകയാണ്. കാരണം ഈ ഡ്രൈവറെ നമ്മൾ ഒരിക്കലല്ലേ കാണുന്നുള്ളൂ. അല്ലെ നിങ്ങളല്ല ഞാൻ കയറ്റേണ്ടത്, ഞാൻ വേറൊരാളാണ് അയാൾ കയറ്റേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ആരാണ് ഏൽപ്പിച്ച് ചിലപ്പോൾ അയാൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഫോണിൽ കിട്ടുന്നുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടീം 2:15, 3 മണിക്കൊക്കെ എത്തിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. എവിടെ? അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക്. പിന്നെ അവിടെ വന്നതിന് ശേഷം മഗ്‌രിബും ഇശാവും അവിടെ നിന്ന് നിസ്കരിക്കും. തൊട്ടടുത്തൊക്കെ കുറച്ച് ബാത്റൂമുകളൊക്കെ ഉണ്ടാവും. ബാത്റൂമിലും പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 25 ആളെ വരിയൊക്കെ ഉണ്ടാവും. ഞാൻ കുറേ നേരം ഇവിടെ നിൽക്കുന്ന ഇറങ്ങട അതിൻ്റെ അകത്തുനിന്നൊന്നും പറഞ്ഞിട്ടോ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടോ കാര്യമില്ല. അതാണ് ഹജ്ജ്. നിങ്ങളുടെ സബർ അള്ളാഹു പരീക്ഷിക്കും എല്ലാ മനുഷ്യരുടെയും. അപ്പോൾ ക്ഷമാപൂർവം നമ്മളത് കൈകാര്യം ചെയ്യാം. അങ്ങനെ കുറച്ചു നേരം മണ്ണിൽ നിന്ന് ജനിച്ചവനെ മുസ്ദലിഫയിലെ മണ്ണിൽ കിടക്കൂ, മണ്ണിലുള്ള മനുഷ്യരോടൊപ്പം അവർക്ക് വേണ്ടി പണിയെടുക്കൂ. അതാണ് മണ്ണ് കിടത്തുന്നത്. കഴിഞ്ഞ തവണ പോയപ്പോൾ മുസ്ദലിഫയിൽ തന്നെ മണ്ണുള്ള സ്ഥലമുണ്ട്, അതുപോലെ റോഡുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഒരു ഹാജി എന്നോട് പറഞ്ഞു, റഫീഖ് സാഹിബ് അവിടെ കുറച്ചുകൂടി താറിട്ട റോഡുണ്ട്, അവിടെ വിരിച്ച് അവിടെ കിടന്നാൽ പോരെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ കിടക്കണം, നിങ്ങൾ മണ്ണ് കിടക്ക്. കാരണം നമ്മൾ മുസ്ദലിഫയിൽ മണ്ണ് കിടക്കാൻ വന്നവരാ, അതുകൊണ്ട് മണ്ണ് കിടന്നാൽ മതി. നമ്മൾ എവിടുന്നും വരിക, എൻ്റെയും നിങ്ങളുടെയൊക്കെ റൂമിൽ എത്ര വലിയ കിടപ്പാടവും നമ്മുടെ സോഫയും അതുപോലെ തന്നെ നമ്മുടെ ബെഡും അതിൻ്റെ മുകളിൽ നമ്മുടെ വിരിപ്പും അവിടെ എൻ്റെ പുതപ്പും എനിക്ക് കണക്കായ AC-യും അതിൽ വേറൊരാൾ ആ റൂം ചവിട്ടാൻ പാടില്ല. ഇതൊക്കെ ഉള്ളവനെ പണക്കാരനെ വാ അങ്ങോട്ട് എന്നൊന്ന് ഉരുട്ടി പെരക്കി ശരിയാക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഹജ്ജ് നമ്മളെ കൊണ്ടുപോയി ഒരു കൊല്ലൻ അവൻ്റെ ഇതിൻ്റെ മുകളിൽ ഇരുമ്പ് ചൂടാക്കി അതിൻ്റെ മുകളിൽ വെച്ച് അടിച്ച് പരത്തി അതിൻ്റെ കറകളൊക്കെ കളഞ്ഞ് ഈ ഇരുമ്പിനെ ശുദ്ധീകരിക്കുന്നത് പോലെയുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് നമ്മുടെ ജീവിതത്തിലെ ഹജ്ജ്. അതാണ് മുസ്ദലിഫ. മുസ്ദലിഫ കഴിഞ്ഞാൽ പിന്നെ അന്ന് സുബഹി കൂടി നിസ്കരിച്ചാൽ പിന്നെ അവിടുന്ന് നമ്മൾ പുറപ്പെടും. അപ്പോഴത്തേക്ക് യൗമുൻ നഹർ 10ാമത്തെ ദിവസമായിട്ടോ. 10ാമത്തെ ദിവസം നമുക്ക് കുറച്ചധികം പണിയുണ്ടാകും. ആ ദിവസത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബാക്കിയുള്ള ഈ ഒരു മാസത്തിൻ്റെ ഇടയിലെ 28 ദിവസങ്ങൾ നമ്മൾ നോക്കും. അറഫൻ്റെ അന്നും അതുപോലെ യൗമുൻ നഹർ 10ാമത്തെ ദിവസവും നിങ്ങളെ കാര്യം നിങ്ങൾ എന്നെ നോക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾ ഓരോരുത്തരും അയക്കും. കൂട്ടിപ്പിടിച്ചാൽ കൂട്ടിപ്പിടിക്കാൻ കഴിയാത്ത ദിവസങ്ങളാണത്. അതുകൊണ്ടാണ്. അപ്പോൾ മുസ്ദലിഫയെ നമ്മൾ നടത്താൻ ആരംഭിക്കും. മിനായിലേക്ക് ടെൻറ്റിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തിരിയാം, പക്ഷേ പോലീസ് അങ്ങോട്ട് തിരിയാൻ സമ്മതിക്കില്ല. കാരണം ആളുകൾ പല വഴിക്ക് ഊടുവഴികളിലേക്ക് തിരിഞ്ഞാൽ കൂട്ടിമുട്ടി പല അപകടങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് നേരെ മുസ്ദലിഫയിൽ നിന്ന് കല്ലെറിയണമല്ലോ. നമുക്ക് ദുൽഹജ്ജ് 10ൻ്റെ അന്ന് ജംറത്തുൽ അഖബയിൽ കല്ലെറിയാനുണ്ട്. 3 ജംറകളുണ്ട്, ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. അപ്പോൾ ജംറത്തുൽ അഖബയിൽ മാത്രമേ അന്ന് കല്ലെറിയൂ, 7 കല്ലുകൾ. അത് മുസ്ദലിഫയിൽ നിന്ന് എടുക്കുന്നത് നല്ലതാണ്, മൊത്തം കല്ല് അവിടെ നിന്ന് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ജംറത്തുൽ അഖബയിൽ കല്ല്. അപ്പോൾ നമ്മളെ ടെൻറ്റിലേക്ക് തിരിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് നേരെ ടെൻറ്റുകൾക്ക് ഉള്ളിലൂടെ നടന്നിട്ട് ജമറാത്ത് കല്ലെറിയുന്ന സ്ഥലത്തേക്ക് എത്തും. ആ പാലത്തുമലേക്ക് അവിടെ കല്ലെറിയും. ഇനി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നടക്കാൻ നോക്കിയാൽ അന്നേരം പിന്നെയും ടൈറ്റാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അന്നത്തെ ദിവസത്തെ കർമ്മങ്ങളൊക്കെ അന്ന് തന്നെ പൂർത്തീകരിക്കാനാണ് പരമാവധി ശ്രമിക്കുക. അപ്പോൾ ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നടക്കും. എങ്ങോട്ട്? ഹറമിലേക്ക് നടക്കും. മിനയെന്നും ഇത് എവിടുന്നാ പോകുന്നത്? മുസ്ദലിഫെന്നും പോന്ന് മിനൻ്റെ അങ്ങേ തലക്കൽ ജംറയിലെത്തി ഹറമിനോട് അടുത്ത ഭാഗത്ത്. പിന്നെ അവിടുന്ന് ഹറമിലേക്ക് നടന്ന് ഹജ്ജിൻ്റെ. അപ്പോൾ എത്ര സമയമായി ഉണ്ടാവും എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഉച്ച സമയം 12:30 ആയി ഉണ്ടാവും. അപ്പം വിശക്കൊന്നും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലോക്ക് ടവറിൽ താമസിച്ചുകൊണ്ട് ഭക്ഷണത്തിന് പൈസ കൊടുത്താൽ എവിടുന്നാ കിട്ടുക നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ക്ലോക്ക് ടവറിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഫുഡ് കോർട്ടിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങി കഴിക്കണം. എന്നിട്ട് നമ്മൾ അവിടുന്ന് ളുഹറൊക്കെ നിസ്കരിച്ച് നമ്മുടെ ഹജ്ജിൻ്റെ തവാഫ്, ആ തവാഫുൽ ഇഫാലയും സയും ചെയ്ത്, ചിലപ്പോൾ മുകളിലായിരിക്കും തട്ട് കിട്ടുക, താഴെ തന്നെ കിട്ടുമെന്ന് മാക്സിമം നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ
ഒരു എത്ര മണിയാവുമെന്നറിയോ, ഒരു 7 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ കഴിയും നമ്മൾ വെക്കുക അന്ന്. പിന്നെ അവിടുന്ന് മിനയിലെ ടെൻറ്റിലേക്ക് എത്തണം. അപ്പോൾ അങ്ങോട്ടും നടക്കണം. അപ്പോഴത്തേനും ബനു ഇസ്രായേൽ മൂസ നബിനോട് പറഞ്ഞ മാതിരി ലാ നസ്ബിറു അലാ തആമിൻ വാഹിദിൻ, ഇനി ഞങ്ങൾക്ക് നടക്കാൻ കഴിയില്ല, എവിടെന്നെങ്കിലും ഒരു വാഹനം കിട്ടുമെന്ന് ചോദിക്കരുത്. കാരണം അന്ന് വാഹനം കിട്ടൂല. എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് വെച്ചാൽ ഈ ലക്ഷക്കണക്കിന് ആളുകൾ തവാഫ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അപകടം പറ്റിയാൽ സൗദി ഭരണകൂടത്തിന് ഈ തീർത്ഥാടകരെ ആംബുലൻസിൽ കൊണ്ടുപോകണം എങ്ങോട്ടെങ്കിലും ചികിത്സക്ക്. അപ്പം അതിനു വേണ്ടി റോഡൊക്കെ ഓപ്പൺ ആക്കിയിട്ടായിരിക്കും അവർ, അതിലേക്ക് വേറെ വാഹനങ്ങൾ കയറൂല. എന്നാലും എവിടുന്നെങ്കിലും ഒരു വാഹനം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളൊരു ബസ് വിളിച്ച്, ഒരിക്കൽ അതിൻ്റെ അനുഭവം കൂടി പറഞ്ഞതാണ്. വിളിച്ചു നോക്കുന്നേരം ഈ ബസ് വന്നിരിക്കുന്നത് ഹറമിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത്. ഇവർ നടക്കാൻ കഴിയായിട്ടാണ് ബസ് വിളിക്കുന്നത്. പിന്നെ ഈ ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കലൊരു പണിയായി. അപ്പോഴൊക്കെ ഇവർ ഞങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, എൻ്റെയും മജീദ് സാഹിബിൻ്റെയും. ഞങ്ങളെന്ത് ചെയ്യാനാ, അങ്ങനെ നടക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാകും കുറച്ച്. അപ്പോൾ ഒരിങ്ങനെ നോക്കണം, അതിൽ കയറിപ്പോയി. കഴിഞ്ഞ തവണ ഉണ്ടായ അനുഭവം എന്താ വെച്ചാൽ റഫീസ് സാഹിബ് ടാക്സി വിളിച്ചെന്നൊക്കെയെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം എല്ലാ ടാക്സികളും ഒരു മഗ്‌രിബൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മാളത്തുനിന്ന് പുറത്തേക്ക് എത്തും. അതിൽ ഔദ്യോഗിക ടാക്സി ഉണ്ടാവും, അനൗദ്യോഗിക ടാക്സിക്കാരുണ്ടാവും, ബതുക്കളായ അറബികൾ. അപ്പം പോലീസുകാരെന്ത് പറയും, അന്നത്തെ ദിവസം ഒരാൾ കയറി അവർക്ക് 100 റുപ്യാണ് ടെൻറ്റിലേക്ക് കൊണ്ടുപോയി ഇറക്കിയാൽ മിനിമം. അപ്പോൾ ആദ്യത്തിൽ കുറേ പ്രയാസമുള്ള ഒരു 5-6 ആളുടെ ഓലെ എല്ലാം കൂടി ഒരു ബധുവിൻ്റെ ടാക്സി കയറ്റി ഇവരെ ടെൻറ്റിൻ്റെ ആ മാപ്പൊക്കെ കൊടുത്ത് അവിടെ ഇറക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾ ഇതിലൊക്കെ പോയി നോക്കിയിട്ട് എങ്ങനെയായിട്ട് ആ ടെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. അയാൾ ഒരുപാട് അകലങ്ങളിൽ അവരെ ഇറക്കി കൊടുത്തു. കാരണം കൂട്ടത്തിൽ അറബി അറിയുന്ന ആൾക്കാരും ഇല്ല. പിന്നെ വരെ അതിനേക്കാൾ കൂടുതൽ ഹറമിൽ നിന്ന് നടന്ന് മിനായിലെ ടെൻറ്റിൽ എത്താവുന്നതിൽ കൂടുതൽ ഈ ടാക്സിക്കാരൻ ഇറങ്ങിയിടത്ത് നിന്ന് ടെൻറ്റിലേക്ക് നടക്കേണ്ടി വന്ന്. ഇവരൊക്കെ ഒരു 3-4 ടാക്സി കയറ്റി വിട്ട് 5ാമത്തെ ടാക്സിയിൽ ഞാനും 2-3 ആളുകളും കയറിയിരുന്നു. എൻ്റെ ടാക്സി എന്തോ അങ്ങനെ ഉണ്ടല്ലോ, ഭാഗ്യത്തിന് വഴി തെറ്റാതെ നമ്മളെ ടെൻറ്റിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങിയപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഞാനുണ്ട് ടെൻറ്റിലിരിക്കുന്നു. പിന്നെ ഓർക്ക് എന്നോട് ദേഷ്യം പിടിക്കാക്കുമോ, നിങ്ങൾ ഞങ്ങളെ കള്ള ടാക്സി കയറ്റി എത്ര നടന്നത്. തമാശയായിട്ട് എല്ലാം കൂടി അവർ പറയുന്നത് ഇത് കള്ള ടാക്സി ഒന്നല്ല, ഏതെങ്കിലും ഒന്ന് അർത്ഥത്തിൽ ഇവരെ വേഗം ഒന്ന് മിനയിലെത്തിക്കാൻ നോക്കിയതാ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം തുടർന്നു അങ്ങനെ തന്നെ നിലനിർത്തണം. ബന്ധങ്ങൾക്കൊന്നും ഒരു പരിക്കും പറ്റാത്ത തരത്തിൽ നല്ല രൂപത്തിൽ അള്ളാഹു ഇത് വിജയിപ്പിച്ച് തരുകയും ചെയ്യുമാറാകട്ടെ. പിന്നെ മിനായിലെ ടെൻറ്റിൽ നമ്മൾ ഒന്നുകിൽ അയ്യാമുത്ത് തശ്രീക്കിന് 3 ദിവസം 11, 12, 13 ദിവസങ്ങളിൽ നിൽക്കും ഇബാദത്തുകളൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കല്ലെറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും തക്ബീർ ചൊല്ലിക്കൊണ്ട് പോകും. അതൊക്കെ ഒരു രസകരമായ സംഭവം ആട്ടോ. ഇനി അതല്ല ട്രെയിൻ ഓടുന്നുണ്ടാവും ചിലപ്പോൾ. നമുക്ക് നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് ഒരു ട്രെയിനിൻ്റെ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ, മെട്രോ ഉണ്ടെങ്കിൽ അവിടുന്ന് കയറിയാൽ കല്ലെറിയുന്ന ആ ഒരു പാലമുണ്ടോ, ആ പാലത്തിലേക്ക് ഈ മെട്രോയെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങി കല്ലെറിഞ്ഞ് വന്ന് അതേ മെട്രോയിൽ തന്നെ തിരിച്ചു പോരാം. ശരിക്കും മെട്രോയിൽ കയറാൻ പറ്റിയ അതിൻ്റേതായ ഒരു ടാഗ് കിട്ടിയ ആളുകൾക്കാണ്. പക്ഷേ അയ്യാമത്തെ ശരിക്കിൻ്റെ ദിവസങ്ങളിൽ അവർ അത്ര ടൈറ്റ് ആക്കാറില്ല. ചിലപ്പോൾ ഒക്കെ നമ്മൾ പോയി നോക്കിയാൽ അവർ എല്ലാ ഹാജിമാരെയും കയറ്റുന്നുണ്ട്. നടന്നു പോകലാണ് ഉത്തമം. അങ്ങനെ നമ്മൾ തക്ബീറും ചൊല്ലി കൊടയും ചൂടി അങ്ങനെ നടന്നു പോയി എറിയും. 12 വരെ 11ഉം 12ഉം നിന്നാൽ മതി. പക്ഷെ 12ൻ്റെ അന്ന് മിന വിടുന്ന ആളുകൾ എന്താക്കണം, മഗ്‌രിബിൻ്റെ മുമ്പ് വിടണം. മഗ്‌രിബിൻ്റെ മുമ്പ് വിടാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ തന്നെ തുടരുകയാണ് ചെയ്യുക. 13 കൂടി നിന്നിട്ട് നമ്മൾ കല്ലെറിഞ്ഞിട്ട് നമ്മൾ മിന വിടുകയാണ് ചെയ്യുക. അപ്പോൾ കല്ലേറ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ 10ാമത്തെ ദിവസം ജംറത്തുൽ അഖബയിൽ മാത്രമാണ്. 11, 12, 13 ജംറത്തുൽ ഊലയിൽ 7 കല്ലെറിയും. അപ്പുറത്തേക്ക് മാറി നിന്ന് ചെറിയൊരു പ്രാർത്ഥന നടത്തും. പിന്നെ ജംറത്തുൽ വുസ്തയിൽ 7 1, 2 അങ്ങനെ 7 കല്ലെറിഞ്ഞതിന് ശേഷം അപ്പുറത്തുനിന്നൊരു പ്രാർത്ഥന നടത്തും. പിന്നെ ജംറത്തുൽ അഖബയിൽ കൂടി കല്ലെറിഞ്ഞ് ഇങ്ങനെ യൂ ടേൺ ചെയ്താൽ നമുക്ക് നടന്നിട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെട്രോയിൽ കയറി നമ്മുടെ ടെൻറ്റിലേക്ക് എത്താൻ കഴിയും. ഇങ്ങനെ ഹജ്ജ് പൂർത്തിയാകും. മദീനയിലെത്തുമ്പോൾ നമ്മൾ കുറച്ച് കാരക്കൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. 2 ദിവസം കൂടി അസീസിയിലെ ടെൻറ്റിൽ നമ്മൾ നിൽക്കും. പിന്നെ അതിനുശേഷം എപ്പോഴാണോ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ഫ്ലൈറ്റിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തവാഫുൽ വിദാവ് കൂടി നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് മടങ്ങി പോരുകയും ചെയ്യും. ഇതാണ് നമ്മളുടെ യാത്രയുടെ ഒരു ഷെഡ്യൂളും കർമ്മങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. ഇനി ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് കരുതുകയാണ്. ഇനി ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പിന്നെ ഈ മെറ്റീരിയൽസിനെ ഒന്ന് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒന്ന് പേരൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് പരസ്പരം പരിചയപ്പെടാനും
അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കാര്യം കൂടി ഇതിൽ വിട്ടുപോയതുണ്ട്, അത് ശാരീരികമായ ഒരുക്കം. ഞാനതിൽ മാനസികമായ ഒരുക്കം ശാരീരികമായ ഒരുക്കം പറഞ്ഞതിൽ നിങ്ങൾക്ക് നന്നായിട്ട് നടക്കാനുണ്ടാവും എന്നിടത്താണ് അത് പറഞ്ഞു പോയത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്നു മുതൽ രാവിലെയും വൈകുന്നേരവും 1 മണിക്കൂർ നേരം നടക്കണം. കാരണം അവിടെ നമുക്ക് മുഖ്യമായി തവാഫിൽ നടത്തം, സയ്യിൽ നടത്തം, റൂമിലേക്ക് നടത്തം, ചരിത്ര സ്ഥലങ്ങൾ കാണാൻ നടത്തം, അതാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് നടക്കുക എന്നതാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, തണുപ്പുള്ളതൊന്നും കുടിക്കാൻ പാടില്ല എന്ന കാര്യമാണ്. കാരണം നമ്മുടെ ശരീരത്തെ നമുക്ക് ശ്രദ്ധിക്കാൻ. പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ 1 മാസത്തേക്ക് സ്ഥിരമായി കുടിക്കുന്ന ആ മരുന്നുകൾ നമുക്ക് കൊണ്ടുപോകാം. അത് ഏത് ഡോക്ടറാണ് നമുക്ക് എഴുതി തന്നത് അദ്ദേഹത്തിൻ്റെ കുറിപ്പടിയോട് കൂടി ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നിങ്ങൾ അതിൽ വെക്കുകയാണ് വേണ്ടത്. യാത്രയിൽ നമുക്ക് ഉപയോഗിക്കാൻ അതിൽ നിന്ന് 2 ദിവസമുള്ള മരുന്ന് മാറ്റിയിട്ട് നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കുകയും വേണം. പിന്നെ അതിന് പുറമെ നമുക്ക് അവിടെ വരാവുന്ന ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാം. അതിനുപയോഗിക്കേണ്ട മരുന്നാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ ഇട്ട് തന്നത്. ആ മരുന്ന് നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷാപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ട്, നിങ്ങൾക്ക് പരിചയമുള്ളിടത്തുനിന്ന് വാങ്ങിയിട്ട് വെക്കണം. അയാളോട് പറയേണ്ടത് ഞാനിങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോവുകയാണ്, വേണ്ടി വന്നിട്ടല്ല, ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നേരം നിങ്ങൾ റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയാൽ മതി. പിന്നെ അതിൻ്റെ പുറമെ നിങ്ങൾ ആ മരുന്ന് വാങ്ങുമ്പോൾ ഇത് എന്തിനു വേണ്ടിയുള്ള മരുന്നാന്ന് കൂടി ആ കവറിൻ്റെ ഓരോന്നിൻ്റെ മുകളിൽ എഴുതിക്കണം. എന്നാൽ വേറൊരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് ആ മരുന്ന് ഉപയോഗിക്കാനും കഴിയും. പിന്നെ എല്ലാ ദിവസവും ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഉറക്കം കുറച്ച് താളം തെറ്റുമെങ്കിലും എല്ലാ ദിവസവും 6 മണിക്കൂർ നിങ്ങൾ അവിടെ ചെന്നാലും ഉറങ്ങണം. അതെന്തിനാണ് ഉറങ്ങുന്നതെന്ന് വെച്ചാൽ പിറ്റേന്ന് നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ഉറക്കച്ചടവില്ലാതെ ഉന്മേഷപൂർവ്വം നമുക്ക് പൂർത്തീകരിക്കാനും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ പോയിട്ട് റൂമിൽ ഉറങ്ങുക. അപ്പോൾ ഒരു 6 മണിക്കൂർ നമ്മൾ ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ പിന്നെ അവിടെ തഹജ്ജുദിൻ്റെ ഒരു ബാങ്ക് ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയാൽ നിങ്ങൾക്കറിയാവുന്ന സൂറത്ത് ഓതി തഹജ്ജുദ് കൂടി നിസ്കരിച്ചിരിക്കുമ്പോഴത്തേക്ക് സുബ്ഹിയുടെ ബാങ്ക് വരും, അതിൽ കൂടി പങ്കെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഉറക്കം പ്രധാനമാണ്, മരുന്ന് പ്രധാനമാണ്, ഭക്ഷണം പ്രധാനമാണ്, നടത്തം പ്രധാനമാണ്, വെള്ളം പ്രധാനമാണ്. ഇതൊക്കെ അതിൻ്റെ ക്രമത്തിൽ ചെയ്ത് അതിനിടയിൽ നമ്മുടെ ഇബാദത്തിനെ സുന്ദരമാക്കിയെടുത്ത് പിന്നെ കുറച്ച് ദിവസങ്ങളിലൊക്കെ അവിടെ എല്ലാ സ്ഥലത്തും കൂടി നിൽക്കാൻ അവർ പറയും മംനു തജമ്മു, കൂടി നിൽക്കൽ നിരോധിതമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇതന്നെ ഇപ്പോൾ ഇരിക്കുന്നേരം നമുക്ക് ഇത്രയേറെ സ്ഥലം വേണം. നമുക്ക് 200 ആളെ ഇരുത്തി ക്ലാസ് എടുക്കലൊക്കെ വലിയ പ്രയാസമായിരിക്കും, മക്കയിലും പ്രത്യേകിച്ച് അത്തരം ബിൽഡിങ്ങുകളിലും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രമിക്കുക 50 പേര് 40 പേര് വെച്ച് 4 ടീമായിട്ട് 4 സമയങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ ചിലപ്പോൾ അവിടെ ശ്രമിക്കേണ്ടി വരും. അപ്പോൾ ആ ക്ലാസ്സുകളിലൊക്കെ പങ്കാളികളാകണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ റിയാൽ വേണോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു നിയമം ഒരു 800 റിയാൽ. അത് ഇനി ഒരാളടുത്ത് 1000 റിയാൽ ഉണ്ടായിരുന്നാലും ഇനി 2000 റിയാൽ ഉണ്ടായിരുന്നാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ റിയാൽ എവിടുന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അൽ ഹിന്ദ് മണി എക്സ്ചേഞ്ച്, UAE മണി എക്സ്ചേഞ്ച്, അങ്ങനെ എവിടുന്നും കിട്ടും. റിയാൽ 500ൻ്റെ നോട്ട് തന്നെ ആക്കി വെക്കണമെന്നില്ല, 100 അതുപോലെ തന്നെ ചില്ലറൊക്കെ കുറച്ച് വേണ്ടിയുണ്ടെങ്കിൽ 20, 50ൻ്റെ ഒക്കെ സൗദി റിയാൽ നോട്ട് കിട്ടും, അത് നിങ്ങൾ വെക്കണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബലി അറവിൻ്റെ പൈസ കൊടുക്കാനുണ്ടാകും. അപ്പം നമ്മൾ തമത്തുവായി ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് ബലി നിർബന്ധമാണ്. അപ്പോൾ അതെന്താ നമ്മൾ അവിടെ ചെയ്യാന്ന് വെച്ചാൽ അവിടുത്തെ അഖില സൗദി, അവിടുത്തെ ജമാഅത്തിൻ്റെ സൗദിയിലെ വിഭാഗം ഉണ്ടല്ലോ, അവരും എന്ത് ചെയ്യും, അവിടുത്തെ ദാഖിലി ഹജ്ജ് അവിടെയുള്ള പിൽഗ്രിംസിന് വേണ്ടി അവരും ഇതേ രൂപത്തിൽ കേരളത്തിൽ നിന്ന് വരുന്ന രൂപത്തിൽ ഹജ്ജ് സംഘടിപ്പിക്കും. അപ്പോൾ അവരുടെ ആളുകളുടെ അറവിൻ്റേത് ഉണ്ടാവും, UAE നിന്ന് വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും കാശ് കളക്ട് ചെയ്താൽ ഒരു 700-1000 പേര് വരെ ബലിയിൽ പങ്കുചേരും. അപ്പോൾ ഈ കാശ് കളക്ട് ചെയ്തിട്ട് അവിടുത്തെ നേതൃത്വത്തെ നമ്മൾ ഏൽപ്പിക്കുകയും അവർ ഒരു ഔദ്യോഗികമായ ഏജൻസിയിലൂടെ അത് നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഒരു കാശ്. പിന്നെ നമുക്ക് സിം കാർഡ്, നമ്മൾ അവിടെ എത്തി ഉംറയൊക്കെ ചെയ്തതിന് ശേഷം അവിടെ എന്തുണ്ടാവും, ചെറിയ ചെറിയ കൗണ്ടറുകൾ ഉണ്ടാവും, STC അതുപോലെ സെയിന് മൊബൈലി എന്നൊക്കെ പറഞ്ഞ കമ്പനി. അതിൻ്റെ ഒരു 100 റിയാലിൻ്റെ നമ്മൾ ഫിംഗർ കൊടുത്ത് നമ്മുടെ വിസ നമ്പർ കാണിച്ചു കൊടുത്താൽ നമുക്ക് അവിടുന്ന് ഒരു സിം ലഭ്യമാകും. അത് നിങ്ങളുടെ മൊബൈലിൽ ഇട്ടാൽ അപ്പോൾ തന്നെ ആക്ടിവേറ്റ് ആവും. അങ്ങനെ നമുക്ക് കുറേ വിളിച്ചാൽ അത് പെട്ടെന്ന് കാശ് തീരും. നാട്ടിലേക്ക് ഈ നമ്പർ കൊടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മളെ ബിൽഡിങ്ങുകളിലൊക്കെ വൈഫൈ ഉണ്ടാവും, പക്ഷെ നമ്മൾ ഇവിടുന്ന് തന്നെ വൈഫൈയിൽ ഇങ്ങനെ കളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഇബാദത്തിന് പോയതുകൊണ്ട് അതൊക്കെ കുറച്ച് നമുക്കൊരു 100 റിയാലിൻ്റെ സിം കാർഡ് എടുത്താൽ തിരിച്ച് വരുന്നവരെ അതുണ്ടാവും, അതിന് വേണ്ടി വരും. പിന്നെ എന്തെങ്കിലും കാരക്കൊക്കെ വാങ്ങാനും കൂടി കരുതിയിട്ടാണ് നമ്മളൊരു 1000 റിയാൽ നിങ്ങൾ കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞത്.
അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യത്തിൽ നിങ്ങളോട് പറഞ്ഞതിനേക്കാൾ പിന്നൊരു 25,000 അടയ്ക്കണം എന്ന് നമ്മൾ പറയേണ്ടി വന്നത്. നമ്മളോട് അങ്ങനെയല്ല അവർ പറഞ്ഞത്, നിങ്ങൾ ഒരു 50,000 രൂപ വെച്ച് ഇനിയും തരണം എന്ന് പറഞ്ഞത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം അങ്ങേയറ്റം ഇടിഞ്ഞു വരികയും, അന്ന് നമ്മൾ ചിലപ്പം പറയുന്ന സമയത്ത് 22.5 ഒക്കെ ആയിരിക്കും, പിന്നെ 23.5 ചാടി 24, ഇപ്പോൾ എപ്പോഴാണ് സൗദി റിയാലിനെ നോക്കിയാൽ കാണാൻ കഴിയും. അത് അവരെ സംബന്ധിച്ചിടത്തൊരു വലിയ നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് റിയാലിൻ്റെ വില കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പൈസ നിങ്ങൾ ഇനിയും കൂട്ടി തന്നാലേ പറ്റൂ എന്നവർ പറഞ്ഞപ്പം വീണ്ടും ഞങ്ങൾ സംസാരിച്ചിട്ട് അങ്ങനെ ഒന്നും തരില്ല, ഒരു 25 വെച്ച് ഞങ്ങൾ അതിനങ്ങ് അവസാനിപ്പിക്കുകയും ആ 25 കൂടി നിങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കാൻ, അതാണ് അതിനുണ്ടായ സാഹചര്യം എന്നുകൂടി അറിയിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ട്രാവൽസോ ഇതിനൊരു ലാഭം പങ്കുവെപ്പോ ഇല്ല. അള്ളാഹുവിൻ്റെ അനുമതിയാലെ ഇത് നടത്താൻ കുറച്ച് ആളുകളെ ഇസ്ലാമിക പ്രസ്ഥാനം ഏൽപ്പിച്ചതുകൊണ്ട് അവർ മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഇതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഞങ്ങൾ 6 പേര് മുന്നിലുണ്ടെങ്കിലും ഇതിനെ വിജയിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ സമയം പറയുന്നോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സമയം നമ്മൾ പാലിക്കണം. ഒരു 5 മിനിറ്റ് നേരത്തെ, ഇപ്പോൾ 7 മണിക്ക് താഴെ ഇറങ്ങി നിൽക്കണം റിസപ്ഷനിൽ എന്ന് പറഞ്ഞാൽ 6:55 തന്നെ വന്ന് നിൽക്കണം. എന്തൊക്കെ എടുത്തിട്ട് ID കാർഡ് എടുക്കണം, കൊട എടുക്കണം, ചെരുപ്പിടാനുള്ള കവർ എടുക്കണം. അപ്പോൾ നേരത്തെ തന്നെ അതിൻ്റെയൊക്കെ ഒരു ഓർഡർ തലയിലാക്കി വെക്കണം. 6:55 ഒരാൾ ഇറങ്ങാൻ തീരുമാനിക്കുകയും ആ സമയത്ത് ലിഫ്റ്റ് ടൈറ്റ് ആവുകയും എൻ്റെ ID കാർഡ് എടുത്തിട്ടില്ല എന്ന് മനസ്സിലായിട്ട് അയാൾ വീണ്ടും തിരിച്ച് അയാളുടെ റൂമിലേക്ക് പോയാൽ തിരിച്ചെത്തുമ്പോൾ എന്തായിരുന്നാലും 5-10 മിനിറ്റ് പിടിക്കും. കാരണം ആ സമയത്തൊക്കെ എന്തായിരിക്കും, ലിഫ്റ്റുകളിലൊക്കെ തിരക്കുണ്ടാവും. അപ്പോൾ എൻ്റെ കാരണത്താൽ 1 മിനിറ്റ് പോലും ഈ സംഘം വൈകുന്നില്ല എന്ന് ഉറപ്പുവരുത്തി സമയനിഷ്ഠ പാലിക്കുക എന്നത് എല്ലാവരുടെയും നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ ഭംഗിയിൽ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയും. ഇനി നമ്മളിപ്പോൾ നിങ്ങൾക്കിവിടെ സൂട്ട് കേസിനെ പറ്റി പറഞ്ഞു, വെയിറ്റുള്ള ബാഗ് ഇവർക്ക് എടുക്കാൻ കഴിയില്ല എന്നൊക്കെ ചിലർ പറഞ്ഞതുകൊണ്ടാണ് സൂട്ട് കേസ് ആക്കി. എന്നാലും ഒരു ഉമ്മക്ക് ഉദാഹരണത്തിന് അത് എടുത്ത് ബസ്സിൻ്റെ അകത്ത് വെക്കാൻ കഴിയില്ലെങ്കിൽ ചെറുപ്പക്കാരും അതുപോലെ ചെറുപ്പക്കാരികളെ ഉമ്മ ഞാൻ എടുത്ത് അങ്ങോട്ട് വെച്ച് തരാം. അപ്പോൾ അവരെ നമ്മൾ സഹായിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഉമ്മക്ക് നടക്കുന്ന സ്പീഡ് കുറവാണ്, അപ്പം വേറെ സഹോദരികൾ അവരുടെ കൈ പിടിച്ച് ഇവരുടെ തവാഫും സയും ഞാൻ ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ ആ സ്ത്രീയുടെ സ്വന്തം തവാഫും സയും അവർ നടത്തുന്നതോടൊപ്പം ഈ ഉമ്മയുടെ തവാഫും സയും നടത്തിയതിൻ്റെ കൂലി അവർക്കും അത് ചെയ്തതിൻ്റെ കൂലി ആ ഉമ്മാക്കും കിട്ടും. അതുപോലെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവിടെ വിതരണത്തിൻ്റെ സമയത്തൊക്കെ ആളില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി നിന്ന് അത് കൊടുക്കുന്നുണ്ടാവും, വെള്ളം വിതരണം ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഇതിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി നമ്മൾ കൂടി ഓടിച്ചാടി പണിയെടുത്താൽ നല്ലൊരു സംഘമായിട്ട് നമുക്ക് വിജയിപ്പിക്കാം. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങളുടെ എല്ലാവരും ഇതിൻ്റെ സംഘാടകരാണ്. ഇതിനെന്തെല്ലാം നന്മകൾ ഉണ്ടാകുമോ അത് അള്ളാഹുവിൻ്റെ ഉദവിയാലെ നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ്. ഇതിനെന്തെങ്കിലും പോരായ്മകൾ വന്നാൽ വരാതിരിക്കട്ടെ, അത് നമ്മളെല്ലാവരും കൂടി പരിഹരിക്കുകയും വേണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പരിചയപ്പെടുത്താം. അതിൻ്റെ മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കർമ്മങ്ങളെല്ലാം മഖ്ബൂലും മബ്റൂറുമായി തഖ്വയുടെ വർധനവിന്, ഇഹ്സാനിൻ്റെ വർധനവിന്, ഈമാനിൻ്റെ വർധനവിന് ഒറ്റക്കെട്ടായി ഒറ്റ സംഘമായി പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്ന ഹജ്ജൻ മഖ്ബൂല വസഅയൻ മഷ്കൂറ വദംബൻ മഗ്ഫൂറ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ റബ്ബന ഇഗ്ഫിർ ലനാ വലിവാലിദീന റബ്ബി ഇർഹംഹുമാ കമാ റബ്ബൂനാ സിഗാറ. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم لا تدع لنا ذنبا إلا غفرت ولا هما إلا فرجت ولا دينا إلا قضيت ولا مرضا إلا عافيت ولا ولدا إلا أصلحت ولا حاجة من حوائج الدنيا والآخرة إلا أتممتها يا أرحم الراحمين. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.